योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ഗുരുവിനെ കണ്ടപ്പോ, അതായത് അരുണാചലേശ്വരനെ കണ്ടപ്പോ ഭഗവാന് ആ ക്ഷണത്തിൽ തന്നെ അരുണാചലേശ്വരൻ ഉപദേശം കൊടുത്തു. എങ്ങനെ ഉപദേശിച്ചു? മൗനം കൊണ്ട് തന്നെ ഉപദേശിച്ചു. അരുണാചല അക്ഷരമണമാലയില് ഭഗവാൻ ഇത് വാങ്മൂലം പറയുന്നുണ്ട്. അകത്ത് തിരിഞ്ഞ് ഈ ഞാൻ എന്നുള്ളത് എന്താണ്, അതെവിടുന്ന് ഉദിക്കുന്നു എന്ന് നോക്കൂ എന്ന് അരുണാചലേശ്വരൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. തിരുമ്പി അഹം തനൈ ദിനമഹ കൺകാൺ തെരിയും എന്തനൈ എന്ന അരുണാചല. അതാണ് ഈ ശ്ലോകത്തിൽ കണ്ടത്. കണ്ടവൻ യവനെന കരുത്തിനുൾ നാട്. ഞാൻ അരുണാചലത്തിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പൊ പറയാണ് കണ്ടവൻ യവൻ. ഈ കണ്ട ആള് ആര്? കണ്ട ഈ ഞാൻ ആര് എന്ന് ഉള്ളില് ആരായുമ്പോ, അന്വേഷിക്കുമ്പോ കരുത്തിൻ ഉൾനാട്. കണ്ടവൻ യവൻ എന കരുത്തിൻ ഉൾനാട്. കരുത്ത് എന്ന് വെച്ചാൽ തന്നെ സെന്റർ എന്നർത്ഥം. കരണം എന്നർത്ഥം, മനസ്സെന്നർത്ഥം, ഹൃദയം എന്നർത്ഥം. അവിടെ ഉൾനാട്, ഉള്ളിൽ അന്വേഷിച്ച് നോക്കുമ്പോ കണ്ടവൻ ഇൻറിട്, കണ്ടവനായ ഞാൻ എന്ന അഭിമാനവൃത്തി ഇല്ലാതായിട്ട് നിൻറത് കണ്ടേൻ. ഒന്ന് അചലമായി ഏതോ ഒന്ന് ബാക്കി നിൽക്കുന്നു. കണ്ട ആളില്ല, പിന്നെ അവിടെ എന്താ ബാക്കിയുള്ളത്? നിൻറത് കണ്ടേൻ. ഏതോ ഒന്ന് നിൽക്കുന്നത് കണ്ടു എന്നാണ്. പൂർണ്ണമായ ഒരു സന്മാത്രമായ ഒരു ഇരുപ്പ് കണ്ടു. ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? കണ്ടു എന്ന് ചോദിച്ചാൽ എന്തു പറയും? കണ്ടവൻ എന്നിടെ കരുത്തകവില്ലേ. ഞാൻ കണ്ടു എന്ന് പറയാൻ അവിടെ ആരുമില്ല. കണ്ടിലൻ, ഞാൻ കണ്ടില്ല എന്ന് പറയാനും കരുത്ത് എഴുമാറ് എൻ. എവിടെ നിന്ന് ശക്തി ഉണ്ടാവും? കണ്ടില്ല എന്ന് പറയാൻ പറ്റൂ, അതിനും ആളില്ല. പണ്ട് എന്നുവെച്ചാൽ പഴയ കാലത്തില്, ആദികാലത്തിൽ നീ ഭഗവാനെ സംബോധന ചെയ്ത് പറയാണ്. അരുണാചലേശ്വര ദക്ഷിണാമൂർത്തിയായിട്ട് വിണ്ടിലൈ. നമ്മൾ മലയാളത്തിലെ മിണ്ട എന്ന് പറയുന്നത് ഇരുന്ന് വന്നതാണ്. വിണ്ടൽ, മിണ്ടൽ വാ മാവായിട്ട് മാറി. പണ്ട് നീ വിണ്ടിലൈ വിളക്കിനെ என்றாൽ, മിണ്ടാതെ ഇതിനെ വ്യാഖ്യാനിച്ചുവെങ്കിൽ, വിണ്ട് ഇത് വിളക്കിട് വിരൽ ഉരുവോൻ ആർ. ഇതിനെ മിണ്ടിട്ട് പറഞ്ഞിട്ട് വാക്കുകൊണ്ട് ഈ തത്വത്തിനെ വ്യാഖ്യാനിച്ച് ബോധിപ്പിക്കാൻ ആർക്ക് ശക്തിയുണ്ട്? അതുകൊണ്ട് തന്നെ ആ പ്രാചീന സമ്പ്രദായമായ മൗനത്തിൽ ഉപദേശിക്കുക. മൗനം കൊണ്ട് തന്നെ ഉപദേശിക്കാനായിട്ട് മനുഷ്യ ശരീരം പറ്റില്ല എന്ന് തീരുമാനിച്ച്, മനുഷ്യനാണെങ്കിൽ ആളുകൾ എന്തെങ്കിലും പറയൂ 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 എന്ന് പറഞ്ഞ് ഉപദ്രവിക്കും. മലയുടെ അടുത്ത് ആരും ഒന്നും പറയില്ലല്ലോ. അതുകൊണ്ട് വിണ്ടിടാതെ ഉന്നിലൈ വിളക്കിട്, മൗനമായിട്ട് ആ ബ്രഹ്മപദത്തിനെ, പരമപദത്തിനെ പ്രകാശിപ്പിക്കാനായിട്ട് വിൺ തലം അചലമായി ചേരുമ്പോ വിണ്ടലം, വിൺ തലം അചലമായി ആകാശവും ഭൂമിയും സ്പർശിച്ചുകൊണ്ട് ഒരു മലയായിട്ട്
വിളങ്കിട നിൻറായ്, പ്രകാശിച്ചു നിൽക്കണം. വിൺ തലം അചലമായി വിളങ്കിട നിൻറായ്, പ്രകാശിച്ചു നിൽക്കുന്നു. അപ്പോ ഈ പാട്ടില് ഭഗവാൻ അരുണാചലേശ്വരർ തനിക്ക് മൗനോപദേശം ചെയ്തത് പറഞ്ഞു. ഇന്നലെ പറഞ്ഞല്ലോ നമ്മള്. ചെറിയ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഗുരു ഉപദേശം എന്ന് പറയണത് ഇവിടെ ശിവൻ ഉപദേശം. ശിവന്റെ ഉപദേശം ഇവിടെ മൗനമാണ്, ദീക്ഷയാണ്. ദീയത്തെ ജ്ഞാനസദ്ഭാവ ക്ഷീയത്തെ പശുബന്ധനം. ദീക്ഷ എന്നുള്ളതിന് അതാണ് ലക്ഷണം. ദ എന്ന് വെച്ചാൽ ദീയത്തെ, കൊടുക്കപ്പെടുന്നു. എന്താ കൊടുക്കുന്നത്? ജ്ഞാനസദ്ഭാവ, ആ കേവല ഇരുപ്പ് മാത്രമായ സ്വരൂപജ്ഞാനത്തിനെ കൊടുക്കുന്നു. ക്ഷീയത്തെ പശുബന്ധനം, ആ ക്ഷണത്തില് പശുബന്ധനം. പശുബന്ധനം എന്ന് വെച്ചാൽ ശരീരം, മനസ്സ്, ഉപാധികള്, അഭിമാനത്തിന്റെ ആ ബോണ്ടേജ് ഉണ്ടല്ലോ, ആ മൊമെന്റില് ഇറ്റ് ഈസ് അറേസ്ഡ്, ടേക്കണവേ, എടുക്കപ്പെട്ടു. ആ ദീക്ഷ എങ്ങനെ ഭഗവാൻ കൊടുത്തു? മൗനമായിട്ട് കൊടുത്തു. മലയുരുവത്തില്, മലയുടെ രൂപത്തിൽ നിന്നുകൊണ്ട് അമ്പരം സ്പർശിച്ചുകൊണ്ട് നിൽക്കുന്ന അചലമായിട്ട് നിന്ന് ആത്മതത്വം മൗനത്തിൽ ഉപദേശിച്ചു. എങ്ങനെ ഉപദേശിച്ചു? ഗുരു എന്തു പറഞ്ഞു ശിഷ്യന്റെ അടുത്ത്? നീ ഇല്ലാട്ടോ എന്ന് പറഞ്ഞു. അതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, നീ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഞാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഞാൻ എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നൊരാളുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്താണെന്ന് നോക്കൂ. ഞാൻ എന്ന് പറയുന്ന ഈ അഭിമാനത്തിന്റെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ആ അഭിമാനത്തിന് ഇരിപ്പില്ല. അപ്പോ ഭഗവാൻ അടുത്ത പാട്ട് നോക്കും. ഗുരുവിനെ ഒരു ശിഷ്യൻ കാണുമ്പോ തന്നെ പോലെ ഒരാളെ കാണാനാണ് പോണത്. നമ്മൾ ലോകത്തിലെ എന്തിനെങ്കിലുമൊക്കെ സഹായം അന്വേഷിച്ച് ഒരു വ്യക്തിയുടെ അടുത്ത് പോകുന്ന പോലെ തന്നെ ഈ ജീവനും ദേശികന്റെ സന്നിധിയിലേക്ക് ഒരു സഹായം അന്വേഷിച്ചു പോകുന്നു. പക്ഷെ ലോകത്തിൽ എന്തിനെങ്കിലുമൊക്കെ ഒരു കോണ്ടാക്ട് വരുന്ന പോലെ ഒരു കോണ്ടാക്ട് ആയിട്ട് ഇരിക്കണില്ല അത്. നദി, ഇന്നലെ ഉദാഹരണം പറഞ്ഞുവല്ലോ, നദി സമുദ്രത്തിനെ സമീപിക്കുമ്പോ നദിയുടെ ഉള്ളില് തന്നെ പോലെ ഒരു നദിയെ കാണാൻ ആശിച്ചുകൊണ്ടാത്രേ പോണത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ ആ കോണ്ടാക്ട് വന്നപ്പോ അത് നദിയൊന്നുമല്ല, അത് അനന്തമായി അപരിമിതമായിട്ട് കിടക്കണം. ഇനിയിപ്പോ നദിക്ക് വല്ല ദോഷം പറയാൻ പറ്റുമോ സമുദ്രത്തിനെ? പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നദിയും അവിടെ ഇല്ലാതായിട്ട് തീർന്നു, സമുദ്രമായിട്ട് തീർന്നു ആ കോണ്ടാക്റ്റിൽ വന്നത്. ഇതാണ് ഭഗവാൻ അടുത്ത പാട്ടിൽ പറയണത്. നിന്നയാൻ ഉരുവന എണ്ണിയേ നന്ന നിലമിശൈ മലയനും നിലയിனை നീതാൻ ഉന്നുരു അരുവെന ഉന്നിടിൽ വിണ്ണോക്കുറവുല കലൈതരും ഒരുവனை ഒക്കും ഉന്നുരു ഉണലര ഉന്നിട മുന്നീർ ഉരു ശരുക്കரையுரு என ஒரு ஓயும் என்னையான் அறிவுற என்னுரு வேறே இருந்தனை அருணவான் கிரி என இருந்தோய் நின்னை ഉരു എന്ന എണ്ണിയേ യാൻ നന്ന. നിന്നെ എന്നുവെച്ചാൽ നിന്നെ, ഉരു എന്ന ഒരു രൂപം, എന്നെ പോലെ തന്നെ എ പേഴ്സൺ വിത്ത് എ ഫോം, എന്നെ പോലെ തന്നെ രൂപത്തിലുള്ള അനദർ പേഴ്സൺ, അനദർ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടായി. നന്ന അടുത്തു വന്ന് പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോ നിലമിശൈ നീതാൻ മലയനും നിലയിனை, പുറമേക്ക് കാണുമ്പോ, ഇപ്പൊ രൂപം എന്ന് പറഞ്ഞപ്പോ അരുണാചലേശ്വരർ ഏതെങ്കിലും രൂപത്തിൽ വന്നു ധരിക്കണ്ട, ഒരു മലയുടെ രൂപത്തില് പുറത്ത് ഈ പ്രപഞ്ചത്തില് ഭൂമിയില് നിലമിശൈ, ഈ നിലത്തില് ഒരു മലയുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത്.
ഉരു അരുവെന ഉന്നിടിൽ. പുറമേക്ക് രൂപത്തോടെ തന്നെ ഇരിക്കണത്, പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോ രൂപമൊന്നും കാണാനില്ല. ഉരു എന്ന് വെച്ചാൽ രൂപം. ഈ തമിഴില് രാ മാത്രമായിട്ട് നിൽക്കുകയില്ല. ഈരാമൻ എന്നാണ് പറയാ, രാമൻ എന്ന് പറയില്ല, ഈരാമൻ. അരാവണൻ എന്ന് പറയും. അതൊക്കെ പോയറ്റിക്കൽ ഫ്രീഡമാണത്. അപ്പോ രൂപം എന്ന് പറയുന്നതിന്റെ കൂടെ രു വരുമ്പോ ഊ വരും അവിടെ. ഉരു. നമ്മൾ തന്നെ മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ടല്ലോ, ഉരു എടുത്ത് നിന്നു എന്ന് പറയും മലയാളത്തിൽ. അതേ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കും. നമുക്ക് രൂപം എന്നുണ്ടെങ്കിലും നമ്മൾ ഉരുവെടുത്ത് നിന്നു, അവന്റെ ഉരുവ്, തിരുവുരുവ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഭഗവാൻ ഇവിടെ പറഞ്ഞു, നിർഗുണമായ വസ്തുവിനെ അന്വേഷിക്കുക എന്ന് പറയണത്, രൂപമില്ലാത്തതിനെ അന്വേഷിക്കുക എന്ന് പറയണത്, ആകാശം എവിടെ, ആകാശം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആകാശത്തിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കണ പോലെയാണ്. ഭാഗവതത്തിൽ ഗോപസ്ത്രീകൾ കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, പപ്രച്ചുരാകാശവത് അന്തരം ബഹിഹി ഭൂതേഷു സന്തം പുരുഷം വനസ്പതി. സകല പ്രാണികളുടെയും ഉള്ളും പുറവും നിറഞ്ഞ ആകാശം പോലെ പറന്നിരിക്കുന്ന വസ്തുവിനെ വനസ്പതികളോടൊക്കെ ചോദിച്ചുകൊണ്ട് നടന്നു വന്നു. എവിടെ എവിടെ എവിടെയെന്ന് ചോദിച്ചു. അതുപോലെ സർവവ്യാപിയായ വസ്തുവിനെ വിണ്ണോക്ക് ഉറ ഉലക് അലൈ തരും ഒരുവനൈ ഒക്കും. വിൺ എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിനെ അന്വേഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ നടക്കണ ഒരാളെ പോലെ അരൂപമായ വസ്തുവിനെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടാൽ അങ്ങനെയാണ്. ഉരു ഉണലറ ഉന്നിട. നോക്കൂ, ഇപ്പൊ ഭഗവാൻ എന്താ പറയാൻ വരുന്നത് എന്നൊരു ചെറിയ കൺഫ്യൂഷനുണ്ട്. അതായത് സർവവ്യാപിയും രൂപഹീനമായതും ആയിട്ടുള്ള ആത്മാവിനെ. രൂപമില്ല എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തതിനെ ഭാവന ചെയ്യാൻ പുറപ്പെടാൻ പാടില്ല. ഇന്നലെ ഗീത പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവദ്ഭിരവാപ്യത്തെ എന്ന് പറഞ്ഞു. അവ്യക്തത്തിനെ ശരീരാഭിമാനം വെച്ചുകൊണ്ട് അന്വേഷിച്ച പിന്നെ ഒരു രൂപം ഉണ്ടാക്കുള്ളൂ. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നീല കളറൊക്കെ വരും ഉള്ളില്. ആകാശത്തിന് നീല കളറൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് ആകാശം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു നീല കളറൊക്കെ ഭാവന ചെയ്യും. ഒരു കളറില്ലാതെ മനസ്സെങ്ങനെ ഭാവന ചെയ്യും? രൂപം ഭാവന ചെയ്യാൻ പറ്റില്ല. അപ്പോ നിർഗുണമായ നിരാകാരമായ വസ്തു എന്നൊക്കെ വെറും വാക്കാ. അതിനെ ഗുരു എങ്ങനെ ബോധിപ്പിച്ചു, ശിഷ്യൻ എങ്ങനെ മനസ്സിലാക്കി? അരുണാചലേശ്വരന്റെ സന്നിധിയിൽ എന്ത് സംഭവിച്ചു? ഉരു ഉണൽ, ആത്മാവിന്റെ സ്വരൂപത്തിന്, ഭഗവത് സ്വരൂപത്തിനെ അറിയുക എന്ന് പറയുന്നത് ഉണൽ അറ ഉന്നിട്, ഒന്നും ചിന്തിക്കലില്ലാതെ. അതായത് there is no thinking process. അത് എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇരുന്നു എന്നാണ്.
ചിത്തവൃത്തി കൊണ്ട് അതിനെ പിടിച്ചില്ല. താനായിട്ട് സ്വരൂപത്തില് സത്തില് താനായിട്ട് ചുമ്മാ ഇരുന്നു. ഈ അന്വേഷിക്കണവൻ, അറിയണം എന്ന് ആശിക്കുന്നവൻ, കാണണം എന്ന് ആശിക്കുന്നവൻ, കാണുക എന്നുള്ള പ്രോസസ് ഇറ്റ് കംസ് ടു എൻ എൻഡ്. എങ്ങനെ എന്ന് വെച്ചാൽ കാണുക എന്നുള്ളത് വരയ്ക്കും രണ്ടുണ്ട്. ഇപ്പൊ ഗുരുവിനെ കണ്ടപ്പോ എന്തായി എന്ന് വെച്ചാൽ മുന്നീർ ഉരു ശർക്കரை ഉരു എന ഉരു ഓയും. ശർക്കര കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ. മുന്നീർ എന്ന് വെച്ചാൽ കടൽ. കടലിന് ഒരു മനോഹരമായ ഒരു പേരാണ് തമിഴില് മുന്നീർ. എന്താന്ന് വെച്ചാൽ ആറ്റുനീർ, ഊറ്റുനീർ, മഴനീർ. ഈ മൂന്നും കൂടി ചേർന്ന് മുന്നീർ. നദിന്ന് വരുന്ന ജലം, ഊറി വരുന്ന ജലം, മഴ ആകാശത്തുനിന്ന് വരുന്ന ജലം, മൂന്നും കൂടി അതിലുണ്ടല്ലോ. അതുകൊണ്ട് ആറ്റുനീർ, ഊറ്റുനീർ, മഴനീർ, ഈ മൂന്ന് നീരും കൂടി ചേർന്നത് ആയതുകൊണ്ട് സമുദ്രത്തിന് മുന്നീർ എന്ന് പേര്. ആ മുന്നീരായിട്ടുള്ള കടലില് ശർക്കരയുരു, ശർക്കര കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പോയാ തിരിച്ചു വരുമോ? അത് പോയിട്ട് കണ്ടു, അറിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ അവിടെ ആരും ഉണ്ടാവില്ല. ഉറുപ്പ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ. ഉരു ഓയും, ഉരു രണ്ടെണ്ണം ഉണ്ട്. അതിന്റെ ആ രൂപം ഉണ്ടല്ലോ, അവിടെ തന്റെ രൂപത്തിനെ ഇല്ലാതാക്കി തീർത്ത് ഉരു ഓയും എന്ന് വെച്ചാൽ യു സീസസ് ടു ബി എ പേഴ്സൺ. ആ ഇൻഡിവിജ്വാലിറ്റി, അഭിമാനവൃത്തി ആ കടലില് നദി ലയിക്കുന്ന പോലെ. യഥാ നദ്യസ്യന്തമാനാഹം സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാദ് വിമുക്തഃ പരാത് പരം പുരുഷം ഉപൈതി ദിവ്യം എന്ന ഉപനിഷത്ത് മന്ത്രം. മുണ്ടകോപനിഷത്തിലെ ഒരു ഗംഭീരമായ ഒരു മന്ത്രം. യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ. സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിന് ഇന്ന പേര് രൂപമൊന്നും ഇല്ലാത്തതുപോലെ തഥാ വിദ്വാൻ, തത്വമറിഞ്ഞ ജ്ഞാനി, നാമരൂപാത് വിമുക്ത, നാമരൂപമൊക്കെ കൊണ്ടുപോയി കളഞ്ഞു, മുന്നീറിൽ കൊണ്ടുപോയി കളഞ്ഞു. പരാത്പരം പുരുഷം ഉപൈതി ദിവ്യം, പരാത്പരനായ ആ പുരുഷനെ ചെന്ന് ചേരുന്നു. അപ്പോ അവിടെ അറിഞ്ഞു എന്ന് പറയാൻ പിന്നെ ഒരു ഞാനില്ല, അഖണ്ഡമായ അരുണാചലേശ്വരനേ ഉള്ളൂ. ഇതാണ് മാണിക്യവാചകർ പറഞ്ഞത്. ഈശ്വരൻ ഉള്ളിലുള്ള അഭിമാനത്തിനെ നീക്കി എന്നെ ശിവമാക്കി എന്ന് പറഞ്ഞല്ലോ. എന്നുവെച്ചാൽ അഭിമാനം അങ്ങോട്ട് പോയപ്പോ ശിവമേ ഉള്ളൂ അവിടെ. ആ ഒരു മാജിക് അത് ഈ അനുഭവിച്ച ആൾക്കേ മനസ്സിലാവണില്ല എങ്ങനെ സംഭവിച്ചു. ചിത്തമലം അറിവിത്ത് ശിവമാക്കിയനയാണ്ട്. ഗുരുവിന്റെ ഇനീഷ്യേഷൻ, ദീക്ഷ എന്ത് ചെയ്തു? ശിഷ്യൻ വേറെ ഗുരു വേറെ ഇല്ലാതാക്കി തീർത്തു. ഇതിപ്പോ ശൈവത്തിൽ മാത്രമല്ല, വൈഷ്ണവത്തില് ഭാഗവതത്തിൽ നോക്കിയാൽ ഗോപസ്ത്രീകൾ കൃഷ്ണനെ നിന്ദാസ്തുതി രൂപത്തിൽ പറയുമ്പോ പറയണം. മഹാബലി എന്ന് പറയുന്ന രാജാവ് പോയി നമസ്കരിച്ചു, ഇവനെടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. ഇവനെ ആശ്രയിച്ചവരെയൊക്കെ ഇവൻ ഇല്ലാതാക്കി തീർത്തു എന്നൊക്കെ പറയണതൊക്കെ ഇത് തന്നെ. അഭിമാനത്തിനെ നിശേഷമില്ലാതാക്കി തീർത്തു. അഭിമാനം ഇല്ലാതാക്കി തീർത്തു എന്ന് വെച്ചാൽ ഉള്ളതിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാത്തതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഏതിന് വാസ്തവത്തിൽ ഇരിപ്പില്ലയോ അത് ഇല്ല എന്നറിഞ്ഞു, അത്ര തന്നെ. ഉള്ളത് സ്വയമേവ സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ.
യാതൊന്ന് നിരന്തരം നമ്മളിന് സ്വയം പ്രകാശമാനമായി ജ്വലിച്ചുകൊണ്ടേയിരിക്കണോ അതിനെ മറയ്ക്കാൻ ഒന്നിനും കഴിയില്ല. സൂര്യനെ മേഘം മറച്ചു എന്നൊക്കെ പറയണ പോലെയാണ് നമ്മൾ എനിക്ക് ആത്മാവിനെ അറിയുന്നില്ല, അജ്ഞാനി എന്നൊക്കെ പറയണത്. മേഘം പോലും ഉണ്ടെന്ന് അറിയണത് സൂര്യ വെളിച്ചം കൊണ്ടാണ്. അതുപോലെ എനിക്ക് അജ്ഞാനി എന്നൊക്കെ പറയാനും ആത്മപ്രകാശം, ആ അനുഭവത്തിന്റെ പ്രകാശത്തിലാണ് എനിക്കൊന്നും അറിയണില്ല എന്ന് പോലും പറയണത്. അറിവ് എന്ന് പറയണത് ആത്മാവിന്റെ സ്വരൂപമാണ്, ബോധസ്വരൂപമാണ്, അപരിലുപ്ത ചൈതന്യ സ്വഭാവ ആണ് ഭാഷ്യവചനം. അപരിലുപ്ത ചൈതന്യ സ്വഭാവ എന്ന് വെച്ചാൽ അതിന്റെ ചൈതന്യപ്രകാശത്തിന് പിശുക്കേ ഇല്ല എന്നർത്ഥം. ഒരിക്കലും അത് യാതൊരു വിധത്തിലും അത് കുറഞ്ഞു പോകുന്നേ ഇല്ല. ഒരു കാരണവശാലും ഒരു കാലത്തിലും അതിന്റെ ചൈതന്യ സ്വഭാവത്തിനൊരു ലോപമേ വരില്ല. അങ്ങനെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഞാനെന്ന് പറയുന്ന ഒരു അഭിമാനമായിട്ട് നിന്ന് അറിയേണ്ട ആവശ്യമില്ല. അത് സ്വയമേവ തന്നെ അറിയുന്നു. എങ്കിലും ഈ അഭിമാന രൂപത്തിലാണ് ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് പോണത്. ഉള്ളില് ജ്ഞാന വിചാരം ഉണ്ടാവണത്. അങ്ങനെ തന്റെ അഭിമാനവൃത്തി ഇല്ലാതായി ആത്മപ്രകാശം വരുമ്പോ ഞാൻ അറിഞ്ഞു എന്ന് പറയാനൊരു പ്രത്യേക ഇൻഡിവിജ്വൽ സെൻസ്, ഒരു അഭിമാനം അവിടെ ഇല്ല. എന്നെ ഞാൻ അറിവുര എൻ ഒരു വേറ് ഏത്, എന്നെ വിട്ടുനിന്ന് മാറി നിന്ന് അറിയാനായിട്ട് ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു അഭിമാനം വേറെ ഒന്നുമില്ല. അരുണവാൻ ഗിരിയന ഇരുന്തോയി, എപ്പോഴും ആകാശം പോലുള്ള ആ പരമവസ്തു ഒരു മലരൂപം എടുത്തിരിക്കുന്നു. ഈ അരുണാചല അഷ്ടകത്തില് ആദ്യം തൊട്ട് നോക്കണം, രൂപത്തിനെയും അഖണ്ഡത്തിനെയും വെച്ചുകൊണ്ടേ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞ ദൃഷ്ടാന്തം ഓർമ്മ വെച്ചോളണം. ഒരു ശിഷ്യൻ വേറെ ഒരാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തന്റെ സദ്ഗുരുവിനെ കാണിച്ചു കൊടുത്തു പറയാണ്, ഇതൊരു രൂപം പോലെ തോന്നുന്നു, പക്ഷെ ഇത് പരമാത്മവസ്തുവാണ്, ഇത് ബ്രഹ്മമാണ്, ഇത് പൂർണ്ണ വസ്തുവാണ്. ഈ രൂപത്തിൽ കാണപ്പെടുന്നു, പക്ഷെ അഖണ്ഡമാണ്, ഇതിന് പരിധിയില്ല, അപരിമിതമായ ചൈതന്യമാണ് എന്ന് പറയുന്നു. അതെങ്ങനെ പറയും? പുറമേക്കൊരു രൂപത്തിലല്ലേ കാണുന്നത്? അല്ല, അത് വെറും കണ്ണാടി പോലെ. കണ്ണാടി ഒരു റിഫ്ലക്റ്റിംഗ് മീഡിയ ആണ്. നമ്മൾ എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് അത് കാണും. അതാണ് അരുണാചല അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു, മൂക്കില്ലാത്തവന്റെ മുമ്പിൽ കണ്ണാടി കാണിക്കണ പോലെ ആവരുത് എന്റെ സ്ഥിതി എന്നാണ്. മൂക്കിലൻ മുൻകാട്ട് മുകുരമാഹാതനെ തൂക്കി അണയിത്തരുൾ അരുണാചല. മൂക്കില്ലാത്തവന്റെ മുമ്പിൽ കണ്ണാടി കാണിക്കണ പോലെ എന്ന് വെച്ചാൽ, മൂക്കില്ലാത്തവന് കണ്ണാടി കാണിച്ചാൽ എന്താവും? മൂക്ക് മുറിഞ്ഞുപോയ ആൾക്ക് കണ്ണാടി കാണിച്ചു കൊടുത്താൽ അയാളുടെ ദോഷമൊക്കെ അറിയാം, വൈകൃത്യമൊക്കെ അറിയാം, അല്ലേ? അതുപോലെ ആവരുത് എന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ, അഖണ്ഡമായ പൂർണ്ണമായ സ്വരൂപത്തിനെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടി. അതാണ് ഗുരു. ഗുരു എന്ത് ചെയ്യണു? നമ്മളെ ആത്മാവാണെന്ന് കാണിച്ചു തരണു, ബ്രഹ്മമാണെന്ന് കാണിച്ചു തരുന്നു, പരമാത്മസ്വരൂപമാണെന്ന് കാണിച്ചു തരുന്നു. നമ്മൾ ഈ ശരീരമാണെന്നുള്ള ധാരണയോടെ അവിടെ പോകുമ്പോ, നീ ശരീരമല്ല, നീ പൂർണ്ണ വസ്തുവാണ്, അനന്തമായ അപരിമിതമായ വസ്തുവാണ്. ഇത് സാധാരണ ഒരു സമ്പ്രദായത്തിൽ ഗുരു ഉപദേശിക്കണം. ശിഷ്യൻ ചോദിക്കുകയും ഗുരു ഉപദേശിക്കുകയും ചെയ്ത് സംവാദരൂപത്തില് പതുക്കെ 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 അജ്ഞാനം ചെത്തിപ്പോവാണ്. രണ്ടുപേരും തമ്മിലുള്ള ശ്രവണ മനനത്തില് ജ്ഞാനമുണ്ടാവാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ സമ്പ്രദായം, ഈ കൃപാസമ്പ്രദായത്തില് ഗുരുവിന്റെ സന്നിധി തന്നെ കാര്യം ചെയ്തു എന്നാണ്. അവിടെ കണ്ടപ്പോ തന്നെ നദി കടലിനെ കണ്ടപ്പോ തന്നെ കടലിനോട് ചോദിച്ച് നീ ആരാണ്, ഞാൻ ആരാണെന്നും നദി ചോദിക്കണില്ലല്ലോ. നദി കടലിന്റെ അടുത്ത് പോയതും അപരിമിതമായി കടൽ കിടക്കണു അവിടെ.
തന്നെ നോക്കുമ്പോ താനുമില്ല. ഒന്ന് ഭാവന ചെയ്യണം. നദിയായിട്ട് സ്വയം നമ്മളെ ഭാവന ചെയ്ത് കടലിന്റെ ഉള്ളിലേക്ക് കടക്കണം. എന്നിട്ട് നദിയായിട്ട് ഇരിക്കണം. അപ്പോഴേ അറിയുള്ളൂ. നദിയായിട്ട് ഇരുന്നു കൊണ്ട് കടലിനെ കണ്ടു. അയ്യോ, ഈ കടല് എന്ന് പറഞ്ഞത് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ, എന്നെ പോലെ ആയിരിക്കുന്നു വിചാരിച്ചല്ലോ. ഇതിനിപ്പോ അങ്ങടും കാണാനില്ല, ഇങ്ങടും കാണാനില്ല, കിഴക്കും വടക്കും ഒന്നും കാണാനില്ല, സർവത്ര വ്യാപിച്ചിരിക്കണമല്ലോ. ഞാൻ ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നോക്കിയാൽ ഈ നദിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? എന്തേ? നദിയുടെ ശരീരത്തിന് വരമ്പില്ലാതായിട്ട് തീർന്നു അല്ലേ? തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞു ഹരിനാമ കീർത്തനത്തില്, ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോ എന്തായി? മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും എന്നാണ്. ഗുരുവിന്റെ അടുത്ത് പോയി ഗുരു എന്താ കൊടുത്തതെന്ന് വെച്ചാൽ, മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനം അറ്റീടുമെന്നവനു നാരായണായ നമ. മുക്തിക്ക് തക്കൊരു ഉപദേശം കൊടുത്തു. അപ്പൊ തന്നെ ജനനം പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇനി ജനിക്കാനൊന്നും സ്ഥലമില്ല അത്രേ. എവിടെ പോയി ജനിക്കും? അഹമേവ വിശ്വതനു നാരായണായ നമ. ഞാൻ തന്നെ വിശ്വതനുവായിട്ട് തീർന്നു. വിശ്വം തന്നെ എന്റെ സ്വരൂപമായിട്ട് തീർന്നു, അഖണ്ഡമായിട്ട് തീർന്നു എന്നർത്ഥം. അപ്പൊ അഖണ്ഡമായിട്ട് തീർന്നപ്പോ ഈ ഖണ്ഡത്തിന് സ്ഥാനമില്ല. പലത് കാണേണ്ട പരിമിതമായ സ്ഥിതി ഇല്ലാതായിട്ട് തീർന്നു. അപ്പോ ഇതാണ് പറഞ്ഞു. അടുത്ത പാട്ടില് തന്റെ ഉള്ളിലുണ്ടായ ആ അനുഭവത്തിനെ അരുണാചലേശ്വര സ്വരൂപമായിട്ട് വെച്ചുകൊണ്ട് തന്നെ പറയാം. പുറമേക്ക് മലയായിട്ട് കാണുന്നു അല്ലെ? ഇപ്പൊ കൃഷ്ണനെ പുറമേക്ക് കാണുമ്പോഴും സ്തുതിക്കുമ്പോൾ എന്ത് പറഞ്ഞു? സച്ചിദാനന്ദ രൂപായ എന്നുള്ളു. ആ സച്ചിദാനന്ദം എന്നുള്ളതിന് ഒരു സംസ്കൃത വാക്കുപോലും ഇല്ലാതെ ഒരു തമിഴ് വാക്ക് നമുക്ക് കാണാം. ഇരുന്തൊളിർ ഉனைவிடுத்தடுத்திட தெய்வம் இருட்டினை விளக்கெடுத்தடுத்திடலே காண் இருந்தொளிர் உனை அறிவுறுத்திடற்கென்றே இருந்தனை மதம்தொறும் விதவித உருவாய் இருந்தொளிர் உனை அறிகிலர் எனில் அன்னோன் இரவியின் அறிவரு குருடரே ஆவார் ഇരുന്തോളി ഇരണ്ടര എനതുളത്ത് ഒன்றாയി ഇണയറും അരുണമാ മലയനും മണിയേ. കഴിഞ്ഞ ശ്ലോകം അവസാനിക്കുമ്പോ ഇരുന്തോയ് എന്ന് അവസാനിച്ചു. ഈ ശ്ലോകം തുടങ്ങുമ്പോ ഇരുന്തോളിർ എന്ന് തുടങ്ങി. ചിത് പ്രകാശം എന്നർത്ഥം. ഇരുന്തോളി എന്ന് വെച്ചാൽ ഇരുന്ന് ഇരിക്കണു, ഇരുന്ന് ഒളി പ്രകാശം. അസ്ഥി പ്രകാശത്തെ, അസ്ഥി ഭാതി. ഉണ്മ ഒളി ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഉണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ളത് എങ്ങനെ അറിഞ്ഞു? സ്വയമേവ ആ ഇരുപ്പ് കൊണ്ട് തന്നെ അറിയണം. സ്വയം പ്രകാശം എന്നർത്ഥം. ആത്മാ സ്വയം പ്രകാശമായിട്ടിരിക്കുമ്പോ അതിനെ വിട്ടിട്ട് പരപ്രകാശമായ പ്രപഞ്ചത്തിൽ ഒരു ദൈവത്തിനെ അന്വേഷിക്കണത് നല്ലവണ്ണം നോക്കണം. ഇന്ദ്രിയവേദ്യമായ പ്രപഞ്ചത്തിൽ ഒരു ദൈവത്തിനെ അന്വേഷിക്കണത് കയ്യിൽ വിളക്കും എടുത്തുകൊണ്ട് ഇരുട്ടിനെ തെരയുന്ന പോലെയാണ് എന്ന് പറഞ്ഞു. ഇരുന്തൊളിൽ ഉനൈ വിടുത്ത് ഉപേക്ഷിച്ചിട്ട് സ്വയം പ്രകാശമായ ആത്മാവിനെ തള്ളിക്കളഞ്ഞിട്ട് ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ സ്വരൂപത്തിനെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം അടുത്തിടൽ, ദൈവത്തിനെ തെരയൽ. വിളക്ക് എടുത്ത് കയ്യിൽ നല്ല ടോർച്ച് എടുത്തുകൊണ്ട് ഇരുട്ട് കാണാൻ പോവാണ് ഒരാള്.
ഇയാള് വെളിച്ചമാണ്, എന്നിട്ട് ഇരുട്ടിലേക്ക് പോണു. ഇയാളാണ് വെളിച്ചം. ഈ ഇരുട്ടിന്റെ ഉള്ളിൽ പോയിട്ട് വെളിച്ചം തിരഞ്ഞാൽ ഇനി കിട്ടില്ല. വെളിച്ചം ഇയാളാണ്. ഇരുട്ടിനെ വിളക്ക് എടുത്ത് അടുത്തിടലേ കാണും. അപ്പൊ നമ്മളുടെ പുറമേക്കുള്ള ദൈവത്തിനെ ഭഗവാൻ ഇവിടെ ഇരുട്ട് എന്ന് വിളിച്ചു. എന്താന്ന് വെച്ചാൽ അതിനൊരു വെളിച്ചം വേണം. അത് സ്വയം പ്രകാശിക്കുകയില്ല. ഏത് സ്വയം പ്രകാശമല്ലോ അതൊക്കെ ഇരുട്ടാണ്. ബാക്കിയൊക്കെ പ്രകാശിക്കാൻ ആത്മപ്രകാശം വേണം. കൃഷ്ണൻ അവിടെ ജനിച്ചിരിക്കുമ്പോൾ വസുദേവർ ഇതേ കാര്യം പറഞ്ഞു ഭാഗവതത്തിൽ. കൃഷ്ണൻ അവിടെ ജനിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു ശ്ലോകം പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു ശ്ലോകം എന്ന് ചോദിച്ചാൽ അതിന് യുക്തിയൊന്നുമില്ല. വസുദേവർ പറഞ്ഞു കൃഷ്ണൻ അവിടെ ജനിച്ചിരിക്കണു. വസുദേവർ പറയണു നീ അവിടെ ഉണ്ട് എന്ന് ഞാൻ പറയണത് എന്റെ പ്രകാശം കൊണ്ടാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഭംഗിയായിട്ട് സുന്ദരമായൊരു കുട്ടി ജനിച്ചിരിക്കുമ്പോൾ, ലോകത്തിൽ ഇത്ര സുന്ദരമായൊരു കുട്ടി ജനിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അത്ര സുന്ദരമായി ശ്യാമള കോമളമായൊരു രൂപം ധരിച്ച് അവിടെ ഇരിക്കുമ്പോ ഈ അച്ഛൻ മൂപ്പര് പറയാണ് നീ അവിടെ ഉണ്ട് എന്ന് പറയണത് എന്റെ പ്രകാശം കൊണ്ടാണെന്നാണ്. യ ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത സ്വവ്യതിരേകതോ അബുധ. തന്നെ മാറ്റി നിർത്തിയിട്ട് ഈ പ്രപഞ്ചം ദൃശ്യമുണ്ടെന്ന് ആരാണോ പറയണത് അയാൾ വിഡ്ഢിയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് തോന്നും ഈ പുരുഷന്മാരൊക്കെ ഇങ്ങനെ ഒരു രസമില്ലാത്ത ആളുകളാ, രസിക്കാനറിയാത്ത ആളുകളാ. നമുക്ക് ദേവകി അമ്മയാണെങ്കിൽ വല്ലതൊക്കെ പറയുമോ നോക്കാം. കുട്ടി നന്നായിട്ടുണ്ട്, കണ്ണനാണ്, കണ്ണൻ ഉണ്ണിയാണ് എന്നൊക്കെ പറയുമോ നോക്കാന്ന് പറഞ്ഞാൽ രൂപം യത്തത് പ്രാഹുർ അവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപ എന്ന് അയമ്മ അവര് പറഞ്ഞു. ഇപ്പൊ എന്തു പറ്റി? ഇതെന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാനിത് ഭാഗവതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭഗവാന്റെ പാർഷദന്മാരിൽ കനകമ്മാവ് എന്നോട് പറഞ്ഞു, அது அவ சொல்லல, அங்க வந்திருக்கிற பொருள் சொல்ல வைக்கிறது. അത് അവര് പറഞ്ഞതല്ല, അവര് പാടിയതല്ല, അവിടെ വന്നിട്ടുണ്ടല്ലോ അതിന്റെ സ്വഭാവമാണത്. അതുകൊണ്ടാണ് ഭട്ടതിരി ഗുരുവായൂരപ്പനെ ത്വദ്വപുഹു ഛിദ്രസാർദ്രം എന്ന് പറഞ്ഞത്. പുറമേക്ക് രൂപമാണ്, പക്ഷെ അത് ഛിദ്രസാർദ്രമായ രൂപം. അതെന്താണെന്നൊന്നും യുക്തി കൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ചില രൂപം അങ്ങനെയാണ്. സാധാരണ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളുടെ കണ്ണിനെയും ചെവിയെയും ഒക്കെ പുറമേക്ക് ആകർഷിക്കും ഒരു രൂപം. അങ്ങനെയുള്ള രൂപത്തിനെ നമ്മൾ മായ എന്ന് പറയണു. ചില രൂപം എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ അതിനെ രൂപത്തിലാണ് കാണുന്നതെങ്കിലും നമ്മളുടെ കണ്ണിനെയും ചെവിയെയും എല്ലാം ഉള്ളിലേക്ക് തിരിച്ചുവിടും. അങ്ങനെയുള്ള രൂപത്തിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ഗുരുതത്വം അത് പുറത്താണോ ഉള്ളതെങ്കിലും നമ്മളെ അകത്തേക്ക് തിരിച്ചുവിടും. അപ്പോ അങ്ങനെ ഒരു ആവിർഭാവം പുറമേക്ക് വരുമ്പോഴും ദൃഷ്ടി അകമയ്ക്ക് പോകും. ഇല്ലേ? ഇപ്പൊ അരുണാചലത്തിനെ ഭഗവാൻ പുറത്ത് കണ്ടു, ദൃഷ്ടി അകത്തു പോയി. ഭഗവാനെ കണ്ടവരൊക്കെ അതാ എഴുതിയത്. റെമിനിസൻസസ് ഒക്കെ നോക്കിയാൽ മഹർഷിയെ കണ്ടു, ദൃഷ്ടി അകത്തു പോയി. ഭഗവാൻ ഒരു നോട്ട് നോക്കി. സത്യമംഗലം സ്വാമികൾ വിരൂപാക്ഷ ഗുഹയിലൊരു യോഗി വന്നു ഭഗവാനെ കാണാൻ. 5 ദിവസം താമസിച്ച് 5 പാട്ട് എഴുതി. 5 പാട്ടും 5 ഉപനിഷത്ത് പോലെയാണ്. അത് മഹർഷിയെക്കുറിച്ച് എഴുതിയതാണ്. എങ്കിൽ ഓരോ പാട്ടും ഉപനിഷത്ത് പോലെയാണ്. അതിന് ഭഗവാന്റെ ആ നോട്ടം, ആ ദർശനം, അതിനെക്കുറിച്ച് അന്ന് തന്നെ അദ്ദേഹം എഴുതി. വിരൂപാക്ഷ ഗുഹയിലെന്ന് വെച്ചാൽ മഹർഷിക്ക് 10-30 വയസ്സുള്ള സമയത്ത് അന്ന് തന്നെ എഴുതി. നിൻറിടും നിனைவு തന്നെ നിമിടത്തിൽ നീക്കി. അതായത് ഈ മഹർഷി തന്നെ നോക്കിയപ്പോ ആ ദൃഷ്ടി തന്റെ മേലെ വീണപ്പോ ഉള്ളിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ ക്ഷണത്തിൽ പോയി. അത്ര മനസ്സിലുള്ള ചിത്തവൃത്തികളൊക്കെ മറിഞ്ഞിട്ട് ഉള്ളില് ഒരു അഗ്നിസ്തംഭം വന്നു. നിൻറിടും നിனைவு തന്നെ നിമിടത്തിൽ നീക്കി നെഞ്ച്
നെഞ്ചൈ മനസ്സ്, നെഞ്ചില് എന്ത് സംഭവിച്ചത്? അன்று പഴയ കാലത്ത് അയൻ തിരുമാലായിന്തിട്ടറിന്തിട അഴകൻ പാദം ചെന്നിട. അന്ന് ബ്രഹ്മാവും വിഷ്ണുവും അന്വേഷിച്ച് കിട്ടാത്തതായ ആ അഗ്നിസ്തംഭം ഹൃദയത്തിൽ ആവിർഭവിച്ചു എന്നാണ്. പുറമേക്ക് ആ ഗുരുവിന്റെ ദൃഷ്ടി എന്ത് ചെയ്തു? അകമേക്ക് ആ ജ്ഞാനസ്തംഭം, ജ്ഞാനത്തിന്റെ അഗ്നി ജ്വലിച്ചു ഹൃദയത്തിൽ. ആ ദൃഷ്ടി മേലെ വീണപ്പോ അപ്പോ ഇവിടെ ഭഗവാൻ പറയാ, അരുണാചലേശ്വരനെ കണ്ട ഉടനെ ഉള്ളിൽ എന്ത് പ്രകാശിച്ചു? സത്ത് ചിത്ത് പ്രകാശിച്ചു. ഇരുന്തൊളിർ, കേവല ഇരുപ്പ്. അതിന്റെ സ്വഭാവം തന്നെ എന്താ? പ്രകാശം. മോസ്റ്റ് സിമ്പിൾ ട്രൂത്ത്. അതിനെ ആയിരക്കണക്കിന് ജന്മങ്ങളായി നമ്മൾ അവഗണിച്ചുകൊണ്ടേയിരുന്നു. എന്തിനെയൊക്കെയോ ശ്രദ്ധിച്ചു. കണ്ണടച്ചാലും മനസ്സിനെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അതിനു പുറകിലുള്ള സത്ത്, ഇരുപ്പ്, നിലനിൽപ്പ്, അതിൽ ശ്രദ്ധയെ പോണില്ല. ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഒന്നിൽ പുറമേക്ക് നോക്കും, അല്ലെങ്കിൽ അകമേക്ക് നോക്കും. പുറമേ നോക്കരുതെന്ന് പറഞ്ഞാൽ അകമേ നോക്കട്ടെ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം ന ഉഭയതഃ പ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം പ്രജ്ഞാനഘനം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സ വിജ്ഞേയഃ. നമ്മൾ എന്തെന്തിനെയൊക്കെ കയറി പിടിക്കണോ അതിനെയൊക്കെ ശ്രുതി നിഷേധിച്ചു. അദൃശ്യം ദൃശ്യമല്ല, അവ്യപദേശം ഇന്നതെന്ന് പറഞ്ഞാൽ അതല്ല, അഗ്രാഹ്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതല്ല, അലക്ഷണം എന്തെങ്കിലും ഒരു ലക്ഷണം വെച്ച് പറഞ്ഞാൽ അതല്ല. വാരണാസി സുബ്ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഭക്ത ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ആത്മാന്ന് പറയുന്നത് ജ്യോതിസ്വരൂപമാണോ അത് ചൈതന്യമാണോ എന്നൊക്കെ ചോദിച്ചു. ഇത് അത് എന്ന് നനയ്ക്കാമൽ ഇരുന്നാൽ എതുവോ അതുവേ അത് എന്ന് പറഞ്ഞു. ഇത് അത് അതുമിത്തുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തി അറ്റസത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതും ഇതുമല്ല, അതിലും ഇതിലുമൊക്കെ പോയി പിടിക്കും. അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം. എന്നിട്ട് സ്വരൂപം പറഞ്ഞു ഏകാത്മപ്രത്യയസാരം എന്ന് വെച്ചാൽ ഒക്കെ മാറി മാറി വരുമ്പോഴും എല്ലാ മാറ്റത്തിന് പുറകിലും ഒരു മാറ്റവും കൂടാതെ ഒരേ ഇരുപ്പിന്റെ രൂപത്തില്, അനുഭവ രൂപത്തില്, ബോധരൂപത്തിൽ ഉള്ളില് എല്ലാത്തിനു പുറകിലും നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യഭിജ്ഞയുണ്ട്, ഒരു ജ്ഞപ്തിയുണ്ട്. ഉൾക്കലന്തിരുക്കും ജ്യോതി എന്ന് പറഞ്ഞു. അത് എല്ലാത്തിനുള്ളിൽ കലന്നിരിക്കണം. അത് ആ ജ്യോതി, ആ അറിവ്, ആ ജ്ഞപ്തി, അതിനെ കാണിച്ചു തരികയാണ് ഒരു ദേശികന്റെ ജോലി. അവിടെ അതിൽ ശ്രദ്ധ അതിൽ ചെന്ന് വീണപ്പോ അതിന്റെ സ്വഭാവം എന്താ? അത് ഇരുന്ന് പ്രകാശിക്കണമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ചിത് പ്രകാശം ഉണ്ട്, പ്രകാശിക്കണം. അസ്ഥി ഭാതി. അസ്തിത്വം എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം. ഭാതി, അത് ജ്വലിക്കണം. അഹം 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 ഞാൻ എന്നുള്ള അനുഭവ രൂപത്തിൽ, ബോധരൂപത്തിൽ പ്രകാശിക്കണം. അതിനെ തള്ളിവിട്ടിട്ട് പുറത്ത് ഒന്നും അന്വേഷിക്കുന്നത് അറിവിന്റെ ലക്ഷണമല്ല. പുറത്ത് എന്തിനെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ച് നേടിയെടുക്കുന്നതൊക്കെ ഒരു സമയത്ത് നമ്മൾ വിട്ടിട്ട് പോകും.
ബ്രഹ്മതംബരാദാദ്യോ ആത്മനോന്യത്ര ബ്രഹ്മവേദ ക്ഷത്രം ദംബരാദാദ്യോ ആത്മനോന്യത്ര ക്ഷത്രം വേദ. യാജ്ഞവൽക്യൻ പറഞ്ഞു, എന്തിനെ നീ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് നേടിയെന്ന് ധരിച്ചാലും നേടുന്നതൊക്കെ നിന്നെ വിട്ടുപോകുമെന്നാണ്. ദുഃഖിപ്പിച്ചും കൊണ്ട് വിട്ടുപോകും, വിഷമിപ്പിച്ചും കൊണ്ട് വിട്ടുപോകും. മാനസികമായ അച്ചീവ്മെന്റ്സ്, അറ്റൈൻമെന്റ്സ്, വികാരങ്ങൾ, ഭാവങ്ങൾ ഒക്കെ കുറെ കഴിയുമ്പോൾ ഈ ഒരു അറിവ് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കിയാൽ കാണാം, വരണു പോകുന്നു, വരണു പോകുന്നു. പുറത്തുള്ള ആളുകൾ വരണു പോകുന്നു, അകത്തുള്ള സുഖങ്ങളും വരണു പോകുന്നു, വികാരങ്ങളൊക്കെ വരണു പോകുന്നു. അപ്പൊ ഒരു ചോദ്യം അവസാനം വരും, ഇതൊക്കെ എവിടെയാ വന്നു പോണത്? ഏതോ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീന് 1000 സിനിമകൾ അതിൽ കാണിച്ചാലും ഒരു സിനിമയും അതിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ ഏതോ ഒരു അധിഷ്ഠാനത്തിൽ എല്ലാം വരികയും ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. ഈ ആവിർഭാവ തിരോഭാവങ്ങൾക്ക് പുറകിൽ ഉദയാസ്തമനം ഇല്ലാതെ പ്രകാശിക്കുന്ന ഒരു ചിത്തിന്റെ പടമുണ്ട്. ആ തിരശ്ശീല, ആ അധിഷ്ഠാനം, അതിനെ ഇവിടെ സ്വയം പ്രകാശം എന്ന് പറഞ്ഞു. ആ സ്വയം പ്രകാശമാണ് ഇരുന്തൊളിർ എന്ന് പറഞ്ഞു ഇവിടെ ഭഗവാൻ. അതിനെ വിട്ടിട്ട് ദൈവം അടുത്തിടൽ, പുറത്തൊരു ദൈവത്തിന്, ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശിക്കണതെന്നാണ് അർത്ഥം. പുറത്തൊന്നിനെ അന്വേഷിക്കുന്നത് ഇരുട്ടിനെ അടുത്തിടലേ കാൺ. വിളക്കെടുത്തുകൊണ്ട് ഇരുട്ടിനെ അന്വേഷിക്കുന്ന പോലെയാണ്. ഇരുന്തൊളിർ ഉനൈ അറിവ് ഉറുത്തിടർക്ക് என்றே, ഇരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യത്തിന്, ആത്മാവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഇൻസ്ട്രുമെന്റായിട്ട് മതം തോറും വിധവിധ ഉരുവായിരുന്നനെ. ഇപ്പൊ കോൺട്രാസ്റ്റാണ്. ഭഗവാൻ പറഞ്ഞു, ഉള്ളിലുള്ള വസ്തുവിനെ കാണാൻ പുറത്തൊന്നും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ എന്നിട്ട് പറയണു, എല്ലാ മതത്തിലും എല്ലാ ഉപാസനാ സമ്പ്രദായങ്ങളിലും വിഭൂതിമൂർത്തിയായിട്ട് ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, കണ്ണാടി പോലെ ഈ ഉള്ളിലുണ്ടെന്ന് പറയാനായിട്ട് പുറത്തും അവിടെ അവിടെ എവിടെ ആയിട്ട്. ഇപ്പൊ ചില സ്ഥലത്ത് നമുക്ക് വഴി തെറ്റി പോകാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്ന് പറയുന്ന പോലെ ഓരോ മതത്തിലും ഓരോ സമ്പ്രദായത്തിലും ഈ ഔപനിഷദ പുരുഷനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ട്. അന്തര്യാമിയായ ആത്മാവ് ഒരു രൂപമെടുത്ത് നിൽക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അകത്തു നോക്കൂ, അകത്തു നോക്കൂ എന്ന് പറയാൻ. ഇതിനെ അറിവ് ഉറുത്തിടർക്ക് என்றே, ഇതിനെ നമ്മളെ നമുക്ക് അറിവ് തന്ന് നമുക്ക് ആ ബോധം ഉണ്ടാക്കാനായിട്ട് ഓരോരോ മതത്തിലും ആ ഒരേ തത്വം പല രൂപങ്ങളെടുത്ത് നിൽക്കണു. ഇരുന്തൊളിറുണை അറികിലർ എനിൽ, അങ്ങനെ പല സാധനങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് പല സമ്പ്രദായത്തിൽ ഇരുന്നിട്ടും എല്ലാത്തിനെയും അറിയുന്നവനായ അറിവിനെ, ആത്മാവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ശ്രദ്ധ സ്വരൂപത്തിലേക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അത് അറിയപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ പറയണു, ഇരവിയിൻ അറിവ് അറ് കുരുടരെ ആവർ. സൂര്യനെ കാണാനില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഒരു കാരണമേ പറ്റുള്ളൂ, കുരുടൻ, അന്ധനായിട്ടിരിക്കാനേ പറ്റുള്ളൂ. സൂര്യൻ പ്രകാശിക്കണു, അതിനേക്കാളും പ്രബലമായിട്ട് സൂര്യനെങ്കിലും നമുക്ക് റൂമിൽ പോയി അടച്ചിരുന്നാൽ കാണില്ല. പക്ഷെ ആത്മാവിനെ ഒരു റൂമിലും കാണാതിരിക്കാനുള്ള അടപ്പില്ല, അതിന് ആവരണമേ പറ്റില്ല. ആവരണം എന്ന് പറയുന്നത് വിഡ്ഢിത്താണ് വേദാന്തത്തില്. ശരിക്കും ആവരണമൊന്നുമില്ല. കാരണം ഈ ആത്മാവിനെ, ഈ ജാഗ്രത് പ്രപഞ്ചം എന്ന് പറയണത്, ഉറക്കം എന്ന് പറയുന്ന ഷട്ടർ ഇട്ടാ പോകും അല്ലേ? ഉറങ്ങിക്കഴിയുമ്പോൾ ലോകം കാണാനില്ല. നേരെ മറിച്ച് ഈ ഇരുപ്പ് ആത്മാവിനെ ഉറക്കം കൊണ്ടും മൂടാൻ പറ്റില്ല, സ്വപ്നം കൊണ്ടും മൂടാൻ പറ്റില്ല, സുഷുപ്തി കൊണ്ടും മൂടാൻ പറ്റില്ല, ജാഗ്രത കൊണ്ടും മൂടാൻ പറ്റില്ല. അനാവൃതമാണത്. അതൊരിക്കലും ആവരണമേ ഇല്ല അതിന്. അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണു.
അതിനെ കാണാനില്ല എന്ന് പറയുമ്പോ ഇയാൾക്ക് ഈ കാണാനുള്ള ഇൻസ്ട്രുമെന്റ് കേടുവന്നു പോയിരിക്കണോ? അതാ കാര്യം. ആ കേട്, ആ കുഴപ്പമാണ് മാറ്റിയെടുക്കേണ്ടത്. സ്വയം പ്രകാശമായ വസ്തു എങ്ങനെ കാണാതിരിക്കും? കാണാനില്ല എന്ന് പറയണത് തന്നെ അതാണ്. എനിക്കറിയണില്ല, ആത്മാ അറിഞ്ഞില്ല, അജ്ഞാനിയാണെന്നൊക്കെ ആര് പറയണു? ഇരവിയിൻ അറിവരു കുരുടരേ ആവർ. ഭഗവാൻ പറഞ്ഞ സൂര്യനെ കാണാത്ത കുരുടന്മാരെ പോലെയാണ് സ്വയം പ്രകാശമാനമായി ചൈതന്യത്തിനെ അറിയില്ല എന്ന് പറയണവരെന്ന്. സൂര്യൻ എന്ന് പറയുന്നത് ഒരു ഹീനോപമയാണ്. ദൂരത്തിലുണ്ട്, കണ്ണടച്ച കാണില്ല ഒക്കെ പറയാം, പക്ഷെ വേറെ വഴിയില്ല. അതുകൊണ്ടൊരു ഉദാഹരണം, ഏറ്റവും പ്രകാശമാനമായതെന്നുള്ളതിന് സൂര്യനെ പറഞ്ഞൂടെ. സൂര്യനെ കാണാനില്ല എന്ന് പറയാൻ ഒക്കോ? പക്ഷേ രാവിലെ എണീറ്റ് നിങ്ങൾ എത്ര പേരൊന്നും സൂര്യനെ കണ്ടിട്ടുണ്ടെന്ന് പറയൂ? സൂര്യന്റെ വെളിച്ചത്തിൽ വന്നു, കാര്യം ചെയ്തു, ഒക്കെ കാര്യം ശരി. സൂര്യനെ നിങ്ങൾ കണ്ണെടുത്ത് എത്ര പേര് നോക്കിയിട്ടുണ്ടാവും? ഇതുപോലെ നമ്മൾ പലപ്പോഴും അവഗണിക്കും. ഉണ്ട്, അതിന്റെ പ്രകാശത്തിലാണ് കാര്യം നടക്കുന്നതെങ്കിലും അതിനെ ശ്രദ്ധ തിരിച്ചു നോക്കി എന്ന് പറയാൻ വയ്യ. ഇരവിയിൻ അറിവരു, ഇപ്പൊ പറഞ്ഞില്ലേ രവി ആണ് ഇരവി ആവണത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇരവി, ഇരവിക്കുട്ടിപ്പിള്ള എന്ന് പറയും. ഇരവി ഇരവിയിൻ അറിവര് കുരുടരേ ആവർ. രവിയുടെ, സൂര്യന്റെ പ്രകാശമറിയാത്ത അന്ധന്മാരെ പോലെയാണ് അപരോക്ഷമായ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സത്യം കാണാനില്ല എന്ന് പറയണത്. ഇണയറും അരുണമാമലയനും മണിയെ. എല്ലാത്തിനും ഒരു ഇണയുണ്ടാവും, ഒന്ന് രണ്ട്, ഒരു കൂട്ടുണ്ടാവും. ഈ അരുണാചലത്തിൽ മാത്രം കൂട്ടേയില്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ അന്യമായ വല്ല വസ്തു ഉണ്ടെങ്കിലല്ലേ കൂട്ടുപിടിക്കാൻ. രണ്ടാമതൊരു വസ്തുവില്ലാതെ അദ്വയമായി പ്രകാശിക്കുന്ന, അദ്വയം എന്നുള്ള തമിഴ് വാക്കിന്, സംസ്കൃതത്തിന് തമിഴിലൊരു വാക്കിട്ടു, ഇണയറും അരുണമാമലയനും മണിയെ. ഒരു രത്നം, തെരഞ്ഞിട്ട് കിട്ടാത്തൊരു ചിന്താമണി രത്നം. ഈ ചിന്താമണി രത്നം എന്താണെന്ന് വെച്ചാൽ അതിനെ പോയി തൊട്ടാൽ സ്വർണവും. അതുപോലെ ഈ ഉള്ളിലൊരു ചിന്താമണി ഉണ്ട്, ആത്മാ. അതിനെ പോയി തൊട്ടാ നമ്മളുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒക്കെ തന്നെ സ്വർണമായി കിടക്കും. ചെമ്പ് പൊന്നാമേ എന്ന് തിരുമന്ദിരത്തിൽ പറയണ്ടേ. ഞാൻ പറയണ ഈ രസവാദ വിദ്യ നിങ്ങൾ ചെയ്താൽ ചെമ്പ് സ്വർണമായിട്ട് മാറും. ചിലരൊക്കെ അതെന്തോ സിദ്ധന്മാരുടെ പരിപാടിയാണെന്ന് വെച്ചാൽ ആ എക്സാമ്പിൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഈ ഉള്ളിലുള്ള വസ്തുവിനെ പോയി തൊട്ടാൽ ചെമ്പ് പോലെ ഇരിക്കുന്ന, ക്ലാവ് പിടിക്കുന്ന, ഇതിനൊക്കെ ക്ലാവ് പിടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, കുറെ കഴിയുമ്പോൾ അഴുക്കാവും. ഈ അഴുക്കാവുന്ന ഈ സാധനങ്ങൾ, ഉപാധികളുണ്ടല്ലോ, അത് ഒരിക്കലും ചളി പിടിക്കാത്ത സ്വർണമായിട്ട് മാറുമെന്നാണ്. ചെമ്പ് പൊന്നായിട്ട് തീരുമെന്നാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരമൊക്കെ. പക്ഷെ ഈ ചിന്താമണിക്ക് എന്താ സ്വഭാവം? ചിന്താമണി ബാക്കിയുള്ളതിനെ സ്വർണമാക്കും, ചിന്താമണി ആക്കില്ല. ഇത് ചിന്താമണിയെ തന്നെ ആക്കി തീർക്കും, തന്നെ പോലെ തന്നെ ആക്കി തീർക്കും. അതാണ് ഇണയറും അരുണമാമലയനും മണിയെ. അരുണമാമലയായിട്ടിരിക്കുന്ന ഹേ മണിയെ, എനത് ഉള്ളത്ത്, എന്റെ ഹൃദയത്തില് ഇരണ്ടര ഒന്നായി ഇരുന്ന് ഒളിർന്നു. അരുണാചലേശ്വരനോട് പറയാണ്, എന്റെ ഹൃദയത്തില് രണ്ടാമതൊരു വസ്തുവില്ലാതെ, ദ്വൈതമില്ലാതെ, ദൂരീഭൂതാന്യദർശന, അന്യദർശനമില്ലാതെ, രണ്ടാമതൊരു വസ്തുവില്ലാതെ എന്റെ ഹൃദയത്തിൽ ചൈതന്യസ്ഥാനമായി, ചൈതന്യമായി ഇരണ്ട് അറ, രണ്ടാമതൊരു വസ്തു, അന്യം, ദ്വൈതം, ചിത്തത്തിന് വിക്ഷേപം ഉണ്ടാക്കുന്ന, രാഗദ്വേഷം ഉണ്ടാക്കുന്ന രണ്ടാമതൊന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടെന്ന് പറയും. ഭയം എന്താ? രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഒക്കെ ഭയമാണ്. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? എന്നെ തന്നെ കണ്ടാ വരില്ല, വേറെ ഒന്നിനെ കണ്ടാ വരും.
മറ്റൊന്നിനെ കണ്ട എന്തെങ്കിലും ഒരു വികാരം വരും. എല്ലാ വികാരവും വികൽപ്പമാണ്. വികാരം ഉണ്ടാവുമ്പോ ആത്മാ ഇല്ല. വികാരം ഉണ്ടാവുമ്പോ കാമമോ കോപമോ അസൂയയോ രാഗമോ ദ്വേഷമോ എന്ത് വരുമ്പോഴും നമ്മളല്ലാതെ മാറി. യോഗസൂത്രത്തില് പതഞ്ജലി പറഞ്ഞു, വൃത്തി സാരൂപ്യം വന്നു എന്നാണ്. ഏതെങ്കിലും ഒരു വൃത്തിയുടെ മൗൾഡിന്റെ ഉള്ളില് ശ്രദ്ധാശക്തി വീണു. താനായിട്ടിരുന്നില്ല. ഇപ്പൊ എന്തായി? അന്യമേ ഇല്ലാതായിട്ട് തീരുമ്പോ ഒരു വിധത്തിലുള്ള വൃത്തിയും പ്രത്യേകിച്ച് ഉണ്ടാകാതിരിക്കുമ്പോ ചിത്തായിട്ടേ സദാ ഇരിക്കണം. അവയർനെസ് റിമെയിൻസ് ക്ലൗഡ്ലെസ്. മേഘമൊഴിഞ്ഞ ആകാശം പോലെ ബോധം അവിടെ പ്രകാശിക്കുന്നു. ഒരു കളങ്കമില്ലാതെ ആവരണമില്ലാതെ പ്രകാശിക്കും. അപ്പോ അരുണാചലേശ്വരനോട് ഭഗവാൻ പറയാണ്, ഹേ മണിയെ, എന്റെ ഹൃദയത്തില് രണ്ടാമതൊരു വസ്തുവില്ലാതെ ഒൻറായി അദ്വയമായി ഇരുന്ന് ഒളിർ ചിത് പ്രകാശമായി സ്വയം ജ്വലിച്ചു നിൽക്കുന്നു. എന്റെ ഹൃദയത്തില് രണ്ടാമതൊരു വസ്തുവില്ലാതെ നീ ഏകമായി അദ്വയമായി അഖണ്ഡമായി പൂർണ്ണമായി പ്രകാശിച്ചു നിൽക്കൂ. അഖിലമായി ഭൂമാവായിട്ട് പ്രകാശിച്ചു നിൽക്കൂ. അവിടെ ഞാൻ വേണ്ട, അവിടുന്ന് മാത്രം മതിയെന്ന്. ആ അദ്വയമായ ചൈതന്യത്തില്, അനന്തമായ ആ ബോധത്തില് ഞാൻ, നീ, അവൻ എന്നുള്ള വികല്പങ്ങളൊന്നും തോന്നാതെ നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം, അവധിയില്ലാത്ത ആകാശം പോലെ ആഭയോടുകൂടെ ഇരിക്കുന്നത്, പ്രകാശിക്കുന്നതും. നിരവധി ഗഗനാഭം നിഷ്കലം, അതിൽ കലയൊന്നുമില്ല, പാർട്സ് ഒന്നുമില്ല. നിർവികൽപ്പം, അതിൽ അന്യമൊരു പൊരുളില്ല. ഹൃദി കലയതി വിദ്വാൻ, ഹൃദയത്തില് ആ വിദ്വാൻ തത്വം അറിഞ്ഞവൻ സാക്ഷാത്കരിക്കുന്നു. ബ്രഹ്മപൂർണം സമാധൗ, പൂർണ്ണമായ ആ ബ്രഹ്മത്തിനെ ആ സമാധി എന്ന് പറയുന്ന ആ ദർശനശക്തി കൊണ്ട്, സമാധി എന്ന് പറയുന്ന ആ ബോധചക്ഷുസ്സു കൊണ്ട് ഹൃദയത്തിലെ വിദ്വാൻ അറിയുന്നു. ആ അറിവിനെ അരുണാചലേശ്വരന്റെ കൃപയായി തന്നെ വെച്ചുകൊണ്ട് ഭഗവാൻ പറയാണ്, എന്റെ ഹൃദയത്തില് രണ്ടാമതൊരു പൊരുളില്ലാതെ താനായി ഹേ ഭഗവൻ പ്രകാശിക്കൂ. ഇരുന്തൊളിർ ഉനൈ വിടുത്ത് അടുത്തിട ദൈവം. ഇപ്പോ ഈ പാട്ടിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും 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 കേവലമായ സത്തില് കേവലമായ ഇരുപ്പ് ഉണ്ട് എന്നുള്ള അനുഭവം. അത് വലിയ യോഗം, മഹായോഗമാണ്. അതുകൊണ്ടാണ് ഈ സിദ്ധന്മാരൊക്കെ ഉപദേശിക്കുമ്പോൾ ചുമ്മാ ഇരു ചൊല്ലാറ്, ചുമ്മാ ഇരു എന്ന് പറഞ്ഞു. ഈ ചുമ്മാ ഇരിക്കുക എന്ന് വെച്ചാൽ അഭിമാനം ഉദിച്ച ഇടത്തിൽ അടങ്ങിയിരിക്കാം. ഉപദേശസാരത്തിൽ ഭഗവാൻ പറഞ്ഞു, ഹൃസ്ഥലേ മനസ്വസ്ഥത, ഹൃദയസ്ഥാനത്തില് മനസ്സ് സ്വസ്ഥമാവണമെന്ന്. അത് തമിഴില് ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ എന്ന് പറഞ്ഞു. അത് എവിടെ ഉദിക്കുന്നുവോ ആ ഉദിക്കുന്ന സ്ഥാനത്ത് തന്നെ അടങ്ങാണ്. ചിത്തം അഭിമാനവൃത്തിയൊക്കെ ഏതൊരു സെന്ററിൽ നിന്ന് പുറത്തു വരണോ അവിടെ തന്നെ അടങ്ങി സുഷുപ്തിയിലെന്ന വണ്ണം. സുഷുപ്തിയിൽ എങ്ങനെ അഭിമാനം ഇല്ലാതിരിക്കുന്നു അതേപോലെ തന്നെ ജാഗ്രത്തില് സുഷുപ്തി പോലെ തന്നെ, പക്ഷെ കോൺഷ്യസ് ആയിട്ട് വൃത്തികളൊന്നും ഉദിക്കാതെ ഒരു ക്ഷണനേരം ഇരുന്നാൽ പോലും മഹാനുഗ്രഹമാണ്. ഒരു ക്ഷണനേരം ഇരുന്നാൽ പോലും തത്വജ്ഞാനം ഉണ്ടായി പോകുന്നു. അതാണ് തന്റെ സ്വരൂപമെന്ന് അറിയും. പിന്നെ അറിഞ്ഞു കഴിഞ്ഞ് മനസ്സ് പ്രവർത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതറിയും. പെൺവേഷം കെട്ടി പുരുഷൻ നാടകത്തിൽ കളിച്ചാലും താൻ ആണാണെന്ന് മറക്കൊന്നുമില്ല, അത് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആണാണ്,
ഞാൻ സ്ത്രീ അല്ല എന്ന് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് തീരുന്ന പോലെ തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് പിന്നെ അത് സഹജം, അഗ്നിക്ക് വെളിച്ചം പോലെ അത് സ്വാഭാവികമായിട്ട് തീരണു എന്ന് പറഞ്ഞു. അതാണ് ഇരണ്ടര ഒളിർന്നു, രണ്ടില്ലാതെ അന്യമില്ലാതെ താനേ താനായി ഹൃദയത്തില് ഹേ പരമേശ്വര, ഹേ അരുണാചല ശിവ ഹൃദയത്തിൽ പ്രകാശിക്കും. അരുണാചലേശ്വരന്റെ അനുഗ്രഹം തന്നെ ഈ ചിത്പ്രകാശമാണ്. പുറമേക്ക് ആ ഗുരുവിനെ കണ്ടപ്പോ ഹൃദയത്തില് ഇരുപ്പ് മാത്രമായ ഞാൻ എന്ന് പറയണത് എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഹൃദയത്തിലുണ്ട്. അഹമസ്മി എന്നൊരു അനുഭവം, ഞാൻ ഉണ്ട്. ആ ഉണ്മ എന്ന് പറയുന്നത് ശരീരത്തിന്റെ അല്ലല്ലോ. അത് ഞാൻ എന്ന് പറയുന്ന ആ അനുഭവം ശരീരത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. ആരാഞ്ഞു നോക്കിക്കൊള്ളാം, അന്വേഷിച്ചു നോക്കൂ. ഈ അനുഭവം എവിടുന്ന് വരണമെന്ന് നോക്കൂ. ഭഗവാൻ പലർക്കും ഉപദേശം കൊടുത്തത് അങ്ങനെയാണ്. ഈ ഞാൻ എന്ന് പറയുന്നത് ദേഹത്തിൽ എവിടെ വരണമെന്ന് നോക്കൂ എന്ന് പറയും. അപ്പൊ മനസ്സിലാവും അത് ദേഹത്തിലില്ല. അതാണ് കുള്ളച്ചാമിയാർ സുബ്രഹ്മണ്യ ഭാരതിക്ക് ഉപദേശിച്ചു. ഞാനൊരു കഥ പറഞ്ഞു. ഇവിടെയല്ലേ പറഞ്ഞു? അല്ല, തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യ ഭാരതി പാണ്ഡിച്ചേരിയിലെ ഒരു സിദ്ധനെ കണ്ടു. സുബ്രഹ്മണ്യ ഭാരതി തന്നെ അത് എഴുതുന്നുണ്ട്. കുള്ളച്ചാമിയാർ എന്നാണ് അതിന് ആ ആർട്ടിക്കിൾ. ആ കുള്ളച്ചാമിയാർ കുള്ളനായിട്ടുള്ള ഒരു സ്വാമി പുറകെ കുറേ കാലം നടന്നു. അത്രേ കുറേ കാലം നടന്നിട്ട് അവസാനം എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് പിടിച്ചു ഈ ഗുരുവിനെ. കയ്യിൽ കയറി പിടിച്ചു എന്നാണ്. പിടിച്ച് സ്തുതിച്ച് വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിളാണത്. സുബ്രഹ്മണ്യ ഭാരതിയുടെ വളരെ മനോഹരമായ ആർട്ടിക്കിളാണ്. ആ ഗുരുവിനെ കണ്ടു, എന്നിട്ട് സ്തുതിച്ചു ആ ഗുരുവിനെ, അയ്യനെയും. അവിടുന്ന് ആരാണ്? ചിലർ നിങ്ങളെ സ്വാമി എന്ന് പറയണു, ചിലർ നിങ്ങളെ യോഗി എന്ന് പറയണു, ചിലർ നിങ്ങളെ സിദ്ധൻ എന്ന് പറയണു. ഞാനങ്ങേ ശിവനായിട്ട് തന്നെ കാണുന്നു. ഒരു സമയത്ത് ഉയരം കുറഞ്ഞ കുള്ളനായിട്ട് അങ്ങ് നടക്കുമ്പോൾ വേറൊരു സമയത്ത് പ്രപഞ്ചത്തില് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ത്രിവിക്രമനെ പോലെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട് സുബ്രഹ്മണ്യ ഭാരതി. അങ്ങ് ആരാണ്? എനിക്ക് ഉപദേശം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ആ പിടിച്ചിരിക്കുന്ന കൈ ഇങ്ങനെ വലിച്ചെടുത്തു അത്രേ. എടുത്തിട്ട് ഭാരതിയെ പിടിച്ച് കൊണ്ടുപോയിട്ട് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ചുമര് കാണിച്ചു. അതിന് ചുവട്ടിലൊരു പഴയ പൊട്ടക്കിണർ. ആ കിണറിൽ ഇത്തിരി വെള്ളമുണ്ട്. ആ വെള്ളത്തിലെ ആകാശത്തിൽ സൂര്യനെ കാണിച്ചിട്ട് കിണറ്റിനുള്ളിലേക്ക് നോക്കാൻ പറഞ്ഞു അത്രേ. അപ്പൊ കിണറ്റിനുള്ളിൽ കണ്ടു. അപ്പൊ അതില് പ്രതിബിംബം സൂര്യനെ കണ്ടുവോ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞു ഭാരതി. അറിഞ്ഞുവോ എന്ന് ചോദിച്ചു. അറിഞ്ഞു എന്ന് പറഞ്ഞു അത്ര. അത്ര തന്നെ. അറിന്തേൻ അറിന്തുകൊണ്ടേൻ என்றேன். അത്രേ ഉള്ളൂ ഉപദേശം, ഗുരു ഉപദേശം. അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്ലാസ് ഒന്നും എടുത്തിട്ടൊന്നും മനസ്സിലാവില്ല. അറിഞ്ഞു എന്ന് പറഞ്ഞു. പോയി കുള്ളസ്വാമിയാരുടെ പാട്ടിൽ പോയി ഭാരതി പറഞ്ഞു, പണ്ടുള്ള സിദ്ധന്മാരിൽ ഞാനും ഒരുത്തൻ എന്ന് പാടി. എത്രയോ സിദ്ധന്മാര് വന്ന് പരമ്പരയിൽ ഇതാ ഞാനും ഒരാള് എന്ന് പറഞ്ഞ് പാടി. അപ്പോ ആ പ്രതിബിംബത്തിനെ കാണിച്ചു കൊടുത്തിട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാന്ന് വെച്ചാൽ ഇവിടെ ആളില്ല എന്നർത്ഥം. ഇത് വെറും തോന്നലാണ്. മുകളിലുണ്ട് പാർട്ടി. എല്ലാത്തിനും ഏകം അദ്വയമായി അവിടെ പ്രകാശിച്ചിരിക്കുന്ന വസ്തുവിനെ ഉപാധിയിൽ വീണ പോലെ കാണുകയാണ്. ഉപാധിയിൽ അതില്ല. ഈ അഹം എന്താണെന്ന് ആരായുമ്പോ അതിന് ശരീരവുമായിട്ട് ഒരു സംബന്ധമില്ല, മനസ്സുമായിട്ട് ഈ വ്യക്തിയായിട്ട് ഒരു സംബന്ധമില്ല. അത് അപരിമിതമായി ചിദാകാശത്തിലാണ് നിൽക്കുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ ഇരുന്തൊളിർ എന്ന് പറഞ്ഞ് ഈ പാട്ട് തുടർന്ന് നാളെ നമ്മൾ കാണാം. അരുണാചലേശ്വരനോട് ഭഗവാൻ പറയാണ്, നിന്നെ ഞാനൊരു രൂപമാണെന്ന് ധരിച്ചടുത്തു വന്നു. മല പോലെ കാണുന്ന ഭഗവാനെ മലയെന്ന് ധരിച്ചടുത്തു വന്നു. അപ്പോ അത് ആകാശമായിട്ട് പരിണമിച്ചു.
നദി സമുദ്രത്തില് ലയിക്കുന്ന പോലെ അഭിമാനവൃത്തി അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന പൊരുൾ, പ്രമാണം, പ്രമേയം, പ്രമാത എന്നുള്ളത് മൂന്നുമില്ലാതായി അഖണ്ഡമായിട്ട് നിന്നു, ഭൂമാവായിട്ട് നിന്നു എന്ന് പറഞ്ഞു. നിനയാൻ ഉരുവെന എണ്ണിയേ നണ്ണ നിലമിഷൈ മലയനും നിലയിனை നീതാൻ ഉന്നുരു അരുവെന ഉന്നിടിനും വെണ്ണോക്കുറവുലകലൈതരും ഒരുവനൈ ഒക്കും. പിന്നെ ഒരു രൂപം അന്വേഷിക്കേണ്ടതില്ല. എവിടെ നോക്കിയാലും ആകാശം പോലെ പൂർണ്ണമായ വസ്തുവിനെ കാണുമ്പോൾ എന്താ അന്വേഷിക്കും? ഉന്നുരു ഉണലര ഉന്നിട മുന്നീരൊരു ശർക്കരയൊരു എന ഒരു ഓയും എന്നയാൻ അറിവുര എന്നൊരു വേറേതിരുന്തനെ അരുണവാൻ ഗിരിയന ഇരുന്തോയി. കേൾക്കുന്നവർക്ക് വളരെ വിഷമായിരിക്കും ഈ പാട്ട്. ഈ ശ്ലോകങ്ങള് സിമ്പിളായിട്ടുള്ള തമിഴായിട്ട് തോന്നില്ല. എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഒരുപാട് ആശയത്തിനെ അങ്ങനെ കംപ്രസ് ചെയ്തിരിക്കുകയാണ്. മൂന്ന് പാട്ടും മഹർഷിയുടെ ജീവിതമാണ്. അരുണാചലത്തിലേക്ക് വന്നതും അരുണാചലേശ്വരനെ കണ്ടതും തന്റെ ദൃഷ്ടി അന്തർമുഖമായതൊക്കെ. ഭക്തി ചെയ്യുമ്പോൾ, ഉപാസന ചെയ്യുന്ന മൂർത്തിയില് മനസ്സ് ശ്രദ്ധ വയ്ക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ആ ഉപാസന ചെയ്യുന്ന മൂർത്തിയിൽ നിന്നും ഉപാസകൻ തന്റെ സ്വരൂപത്തിലേക്ക് തിരിയുന്നു. താൻ ആര്? ഈ ഉപാസന ചെയ്യുന്ന ഞാൻ ആര്? നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പ്രപഞ്ചത്തിലാണ്, പല വസ്തുക്കളിൽ കിടക്കുന്നു. അത് പതുക്കെ ആ ഈശ്വര തത്വത്തില്, ഈ ശൈവത്തില് ശിവഭക്തന്മാരുടെ കഥയിൽ അതേ ലീനിയേജ്, അതേ പരമ്പരയിലാണ് ഭഗവാനും വരുന്നത്. അതേ മറബ്. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാവർക്കും ശിവൻ തന്നെയാണ് ഗുരു. ശങ്കരാചാര്യരും ശിവാനന്ദ ലഹരിയില് ശംഭോ ലോകഗുരു മദീയ മനസ സൗഖ്യോപദേശം കുരു. ഇവർക്കൊക്കെ ഈശ്വരൻ തന്നെ ദീക്ഷ കൊടുക്കുകയാണ്. അരുണാചലേശ്വരർ ഭഗവാൻ എന്ത് ദീക്ഷ കൊടുത്തു? മൗന ദീക്ഷ കൊടുത്തു. ബാക്കിയുള്ള ശിവഭക്തന്മാർക്കൊക്കെ പലതരത്തിലെ ദീക്ഷയാണ്. പാദദീക്ഷയാണ് പൊതുവെ. 63 നായന്മാരൊക്കെ ചോദിച്ച് വാങ്ങിക്കുകയാണ്. ഒരു സീൽ വേണമെന്നാണ് ഭഗവാന്റെ. പാദം ശിരസിൽ വെച്ച് ആശീർവദിക്കാം. 4 പേർക്കും അങ്ങനെയാണ്. ശങ്കരാചാര്യ ചോദിക്കുന്നു, ചാക്ഷുഷീം ദീക്ഷാം ദീക്ഷാമേ ദിശ ചാക്ഷുഷീം സകരുണാം ദിവ്യൈഹിച്ചിരം പ്രാർത്ഥിതാം. ആ നയനദീക്ഷ തരൂ. ഭഗവാൻ ഒരിടത്ത് ഹസ്തദീക്ഷ പറയുന്നുണ്ട്. അക്ഷരമണമാലയില് ചിത്തം കുളിര് ഗതിർ ഹസ്തം വൈത്ത് അമുദവായത്തിര അരുൺമതി അരുണാചല. ഇതൊക്കെ ഈ ജീവന്റെ ഉള്ളിലുള്ള ഒരു കുറവാണ്. എന്താ കുറവെന്ന് വെച്ചാൽ, എന്തൊക്കെ തന്നെ നമുക്ക് അറിയുമെങ്കിലും ഒരു അറിവ് എന്നുള്ള വശത്തില് അറിവുള്ളവരാരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വെക്കണം. അപ്പോഴേ നമ്മൾക്ക് ഒരു കൺവിക്ഷൻ വരുള്ളൂ. അതേപോലെ തന്നെ അധ്യാത്മത്തിലും ഈ ജീവന്റെ ഒരു ദോഷം, തനിക്ക് അനുഭവം വന്നാൽ അനുഭവം വന്നു എന്നൊരു ഗുരു പറയണം. അത് അക്ഷരമണമാലയിൽ മുഴുവൻ ഭഗവാൻ തന്നെ അരുണാചലേശ്വരനോട് പറയുന്നുണ്ട്. എനിക്ക് ഈ കിട്ടിയതിനെ വീണ്ടും ബോധിപ്പിക്കുമെന്നാണ്. ഉപനിഷത്തില് സത്യകാമൻ പല പ്രതിഭാസങ്ങളിൽ നിന്നും ആത്മതത്വം അറിഞ്ഞു.
ആരൊക്കെയോ ഉപദേശിച്ചു. അഗ്നി ഉപദേശിച്ചു, കൊളക്കോഴി ഉപദേശിച്ചു, കൊക്ക് ഉപദേശിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഗുരു അത് കണ്ട് റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തു. ഗുരു കണ്ടിട്ട് ചോദിച്ചു, തനിക്ക് ആരാ ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചത്? പശുവിനെ വയ്ക്കാൻ പോയ കുട്ടിയാ, തിരിച്ചു വരുമ്പോ ആള് മാറി. ബ്രഹ്മവിധിവഭാസി, നീ ബ്രഹ്മജ്ഞാനിയെ പോലെ പ്രകാശിക്കണമല്ലോ. അപ്പോ കുട്ടി പറഞ്ഞു, മനുഷ്യരാരും ഉപദേശിച്ചില്ല, അതുകൊണ്ട് എനിക്ക് അവിടുന്ന് തന്നെ ഉപദേശിക്കണം. ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു, ആചാര്യാദൈവ വിദിത വിദ്യാ സാധിഷ്ടം പ്രാപത്. ആചാര്യനിൽ നിന്ന് അറിഞ്ഞാലേ അത് സാധിഷ്ടമാവുള്ളൂ, അത് പൂർണ്ണമാവുള്ളൂ എന്ന് പറയണു. അതുകൊണ്ട് ശ്രുതം ഹി ഭഗവദ്ദൃശേഭ്യ, അങ്ങനെപ്പോലെയുള്ള മഹാപുരുഷന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കൂ. അപ്പൊ ഗുരു സമ്പ്രദായത്തിനായിട്ട് അവരുപദേശിച്ചതിനെ തന്നെ ഉപദേശിക്കുകയാണ്. ഭഗവാൻ അക്ഷരമണമാലയില് അരുണാചലേശ്വരനോട് പറയണു, പല ആളുകൾ ഈ ലോകത്തിലുണ്ട് ഭഗവാനെ, കൂറുവാട് കണ്ണീയർ കൊടുമൈ, ഒരു ടോർച്ചർ. ലോകത്തില് ഒരാൾക്ക് അടിമയാവുക എന്ന് വെച്ചാൽ അതുപോലൊരു ടോർച്ചർ ഒന്നുമില്ല. പലർക്കും നമ്മൾ അടിമകളാണ്, വിഷയങ്ങൾക്ക് അടിമകളാണ്, ശരീരത്തിന് അടിമയാണ്, പലതിനും അടിമ. പിന്നെ മുകളിൽ പോകുന്തോറും ദേവതകൾക്കൊക്കെ ചിലപ്പോൾ അടിമയായിരിക്കും പോവും. അതുമല്ലാതെ ചിലർക്ക് സുഖം തന്നെ ആരെങ്കിലുമൊക്കെ പിടിച്ച് അടിമയാക്കി വെക്കണതിലാണ്. അതുകൊണ്ട് ഈ അധ്യാത്മത്തിന്റെ ഉള്ളിൽ വന്നാലും പല ആളുകളും, നീ എന്റെ ശിഷ്യനാകൂ, നിനക്ക് ഞാൻ ഉപദേശം തരാം, എന്ന് ബലമായിട്ട് പിടിക്കുകയും ഒക്കെ ചെയ്യും. ഭഗവാനെ തന്നെ പലരും, മലയിൽ ഭഗവാൻ വന്നിരിക്കുമ്പോ ഒരു സ്വാമി വന്ന് പറഞ്ഞു, അരുണാചലേശ്വരർ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നിനക്ക് ഉപദേശം തരാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആ അരുണാചലേശ്വരർ എന്റെ സ്വപ്നത്തിൽ വന്ന് പറയട്ടെ, സ്വീകരിക്കാൻ, ഞാൻ സ്വീകരിച്ചോളാം. പലരും വന്ന് മഹർഷിയെ ശിഷ്യനാക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊരു തരത്തിലുള്ള മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഒരു സ്വാധീനം പിടിച്ചു വെക്കാനായിട്ട്. അത് ഭഗവാൻ പറയണത്, അതേതിലെങ്കിലുമൊക്കെ നമ്മൾ ശരി എന്ന് പറഞ്ഞ് നിന്നുകൊടുത്താൽ അവിടെ അടിമയായി പോകും. ഉത്തമ ജ്ഞാനദേശികൻ ഒരാള് മാത്രമേ ഉള്ളൂ നമ്മളെ തന്നെ പോലെ തന്നെ ആക്കണത്. അതുകൊണ്ട് അവിടെ വരുന്നതിന് അടിമ എന്ന് പേരില്ല, അവിടെ ഭക്തിയാണ്, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ്, കൃതാർത്ഥതയാണ്. അവിടെ വേദനയോ വിഷമമോ, അവിടെ ഒരു എൻസ്ലേവ്മെന്റ് ഒന്നുമില്ല. അത് സ്വയമേവ ആനന്ദത്തിലിരിക്കണമെന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തില് ഈ കൊടുമൈ എന്ന് പറയണു ഭഗവാൻ. കൂർവാട് കണ്ണിയർ കൊടുമൈ, അതായത് സ്ത്രീലിംഗ പദമാണത്. അക്ഷരമണമാലയിൽ ഒരു പാട്ട്. ഇതൊക്കെ ഒരു എന്താ പറയാ, അധ്യാത്മ സാധനാശാസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ഓരോരോ സൂക്ഷ്മങ്ങൾ. സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലരെന്ത് ധരിച്ചു, സ്ത്രീകളുടെ കണ്ണ്, സ്ത്രീകളുടെ ദൃഷ്ടിയിൽ പെട്ട് ഞാൻ വലയാതെ എന്നെ രക്ഷിക്കണം എന്ന് പറയണതായിട്ട്. മുരുകനാഥ സ്വാമി പറഞ്ഞു, ഭഗവാൻ അങ്ങനത്തെ അതൊന്നുമില്ല. അതിനർത്ഥം ഇതാണ്, കൂർവാള് പോലെ കണ്ണ്. വാള് ഉള്ളിലിട്ടിട്ട് കുത്തിക്കഴിഞ്ഞാൽ എങ്ങനെ വേദനിക്കുമോ അതുപോലെ അതിന്റെ കൊടുമൈ, അതിന്റെ വിഷമം, അതിന്റെ ഉഗ്രഭാവം എന്താന്ന് വെച്ചാൽ ഈ ജീവനെ മുകളിൽ പോകാൻ അനുവദിക്കാതെ ലോകത്തിലെ പല വിഷയങ്ങളും പിടിച്ചു വയ്ക്കും.
പല വ്യക്തികളും പിടിച്ചു വയ്ക്കും. അതിൽ പെട്ട് വലയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിപ്പോ ഞങ്ങളുടെ ഇപ്പോ ചില സ്ഥലങ്ങളിൽ കുറെ സ്ഥലത്തേക്ക് ആരും പോയിട്ടില്ലെങ്കിൽ പുറമ്പോക്ക് സ്ഥലമൊക്കെ ആരെങ്കിലും സ്വന്തമാക്കി കളയും. പുറമ്പോക്ക് സ്ഥലം ആരെങ്കിലും സ്വന്തമാക്കി കളയും. അതുകൊണ്ട് ഗവൺമെന്റ് വന്ന സ്ഥലത്തിൽ സീൽ വെച്ചിട്ട് പോകും. കുറച്ച് അല്ലേ, സർക്കാർ വന്ന് സീൽ വെച്ചിട്ട് പോകും. അതുപോലെ ഭഗവാനോട് പറയാണ്, അവിടുന്ന് വന്ന് ഇതെന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് സീല് വെക്കണം എന്നാണ്. അപ്പൊ പിന്നെ വേറെ ആരെയും ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ടി വരില്ല. ഈശ്വരന്റെ ദീക്ഷ, സദ്ഗുരുവിന്റെ ദീക്ഷ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ പാട്ടിലൊക്കെ ചോദിച്ചത് എന്തിനാ? അവിടുന്ന് വന്ന് പറഞ്ഞാൽ പിന്നെ ആരും വരില്ലല്ലോ. അഞ്ചലൻറേ അരുൾ അരുണാചല, നീ ഇനി ഭയപ്പെടണ്ടെന്ന് എന്റെ അടുത്ത് ഒരു വാക്ക് പറയുന്നതാണ്. അഞ്ചലൻറേ അരുൾ അരുണാചല, ഇനി ഭയപ്പെടണ്ട, ലോകത്തിലെ അഭയം എന്നൊരു വാക്ക് പറയൂ. അതാണ് സദ്ഗുരൂപസക്തി. ശിവൻ തന്നെ ഗുരുവായിട്ട് വന്നു. ഈ ഭക്തന്മാർക്കൊക്കെ പാദദീക്ഷ കൊടുത്തു. അപ്പർ സ്വാമിക്ക് ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്തു, സുന്ദരമൂർത്തി സ്വാമികൾക്ക് ഒരു സ്ഥലത്തിൽ വെച്ച് കൊടുത്തു. ഇങ്ങനെ പലർക്കും. ഭഗവാൻ അങ്ങനെ പാദദീക്ഷ ഒന്നും കിട്ടിയതായിട്ടൊന്നും നമുക്കറിയില്ല. ഭഗവാൻ കൊടുത്തത് ഈ മൗനദീക്ഷ. എല്ലാവിധത്തിലും അമ്മയും അപ്പനുമായിട്ട് അരുണാചലേശ്വരൻ ആരോരുമില്ലാതെ പൂർണ്ണാനുഭവത്തോടെ വന്ന് ആ കുട്ടിയെ നോക്കിയിട്ടുണ്ട്. ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഭഗവാൻ തന്നെ ഒരിക്കൽ പറഞ്ഞത്, വന്ന സമയത്ത് വെയിലൊന്നും പാഴാക്കാതെ മലയിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. ഒരു ഗുഹയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നു ധരിക്കണ്ട, മലയില് തന്റെ കാല് സ്പർശിക്കാത്ത സ്ഥലമില്ല എന്ന് പറയും. അത്രയും ഇങ്ങനെ നടന്നിട്ടുണ്ട് വെയിലത്ത്. അങ്ങനെ മുകളില്, മലയുടെ മുകളിൽ പോകുമ്പോ അവിടെ ഒരു ഏഴുശുണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മരത്തിന്റെ കൊമ്പില് ഒരു വയസ്സായ സ്ത്രീ ഇരിക്കണു. അന്ന് ഭഗവാൻ 40 വയസ്സ് 45 വയസ്സുണ്ടാവും മഹർഷിക്ക്. മഹർഷി അവിടെ കണ്ടപ്പോ, സ്വാമിയെ കണ്ടപ്പോ തനി അവിടുത്തെ ഭാഷയില് കുറെ ചീത്ത പറഞ്ഞു. ഈ വെയിൽ പാഴാക്കാതെ ഇങ്ങനെ അലഞ്ഞു നടക്കണമല്ലോ. എന്ത് ബാക്കാന്ന് പറഞ്ഞാ, വാക്ക് തമിഴ് അറിയണവർക്ക് അയ്യോ ഇങ്ങനെയൊക്കെ പറയുവോ? സ്വാമിയുടെ അടുത്ത് ഒന്നെ പാടയില പോടാ. പാടയിൽ പോടാന്ന് പറഞ്ഞാല് മരിച്ചു കഴിഞ്ഞോ കൊണ്ടുപോയില്ലേ, അതാണ് പാട. പാട കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ്. ഈ വെയിലത്തിങ്ങനെ അലഞ്ഞു നടക്കണ്ട, ഒരിടത്ത് ഇരിക്കുന്നു. ഭഗവാൻ അതിനുശേഷം പിന്നെ അലച്ചൽ കുറച്ച് നിർത്തി. ഭഗവാൻ പറഞ്ഞു, എന്നെ അറിയണവരാരും എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അരുണാചലേശ്വരർ അമ്മയും അപ്പനുമായിട്ട് നോക്കി എന്ന് പറഞ്ഞതിന് പല ദൃഷ്ടാന്തങ്ങൾ ഭഗവാന്റെ ജീവിതത്തിലുണ്ട്. ഈശ്വരൻ മാതൃഭാവം, ഈശ്വരന്റെ പിതൃഭാവം എന്നൊക്കെ പറയണത് മാനിഫെസ്റ്റ് ത്രൂ വേരിയസ് ഫോംസ്, പല രൂപത്തിൽ, പല ഭാവത്തിൽ. അങ്ങനെയൊക്കെ സഗുണസാകാരമൂർത്തി, സഗുണസാകാരമൂർത്തി എന്ന് പറയുമ്പോൾ അനേക ആകാരത്തില് നമുക്ക് വേണ്ടതായ ഈശ്വരന്റെ സഗുണഭാവത്തിനെ അഭിവ്യഞ്ജനം ചെയ്തുകൊണ്ട് പ്രകാശിക്കുന്നതിനൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സഗുണസാകാരമൂർത്തി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രൂപം മാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ ഈശ്വരന്റെ സഗുണസാകാരമാണല്ലോ. ഈ ഭക്തന്മാരുടെ കഥയിലൊക്കെ വരും, സുന്ദരർ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വിശക്കണു. അപ്പൊ ഒരു പാട്ട് പാടുന്നുണ്ട് ഈശ്വരന്റെ അടുത്ത്.
അപ്പൊ പോണ വഴിയിൽ ഒരു തണ്ണീർ പന്തൽ വെച്ച് പൊതിച്ചോറുമായിട്ട് ഇരുന്നു അത്രേ ഭഗവാൻ. വലിയ പുരാണ കഥയാണ്. അതായത് വിശന്നുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞ അവിടെ തണ്ണീർ പന്തൽ വെച്ച് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് ഇരുന്നു. ഒരിക്കൽ മധുര അവിടുന്ന് ഇങ്ങനെ തിരുവനന്തപുരം വഴി ട്രെയിനിൽ പാലക്കാട്ടിലേക്ക് വരാം. അപ്പൊ വിശ്വനാഥ മാമാവും ഇല്ല ആ സമയത്ത്, ഒരു 10 വർഷം മുമ്പ്. അപ്പൊ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പ്. വിശന്നുകൊണ്ടേ ഉറങ്ങി ട്രെയിനിൽ. ഉച്ചയ്ക്ക് എവിടുന്നാ വരണമെന്നുള്ളപ്പോ എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ പറയുമ്പോഴാണ് ഓർമ്മ വരണം. ഒരു 10 മണിയാവുമ്പോ തിരുവനന്തപുരത്തിലെത്തി. തിരുവനന്തപുരത്ത് എത്തിയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു. ആരോ തട്ടി വിളിച്ചു. ട്രെയിനില് തട്ടി വിളിച്ച് എണീപ്പിച്ച് നോക്കുമ്പോ ഗണേശൻ, ശങ്കർ കൂടെ രാത്രി 10 മണിക്ക് ഒരു പാക്കറ്റിൽ എന്തൊക്കെയോ ഭക്ഷണവും ഒക്കെ ആയിട്ട് വന്ന് തട്ടി വിളിച്ച് സ്റ്റേഷനിൽ വന്ന് എണീപ്പിച്ച്, ഞാൻ വരണമെന്ന് അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് ഫോണോ മൊബൈലോ ഒന്നുമില്ല ആ സമയത്ത്. സ്റ്റേഷനിൽ വന്ന് വിളിച്ച് എണീപ്പിച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് രാത്രി 10 മണിക്ക് പൊതിച്ചോറ് തന്നു. ഇങ്ങനെയൊക്കെയാണ് നടക്കുക. ഭഗവാൻ ഏതെങ്കിലും വിധത്തില്, നമ്മുടെ വേറെ വിധത്തിലൊരു ഇൻസിഡന്റ് പറയാം. നമ്മുടെ ഗണേശന അമേരിക്കയിൽ പോയിട്ട് ആദ്യമായിട്ട് മഹർഷിയെക്കുറിച്ച് പറയാനായിട്ട് പോയതാണ്. അത് യോഗി രാം സൂരത് കുമാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു, ഗണേശ, ഡിഡ് യു റിസീവ് സം ലെറ്റർ ഫ്രം ജർമ്മനി? നോ സ്വാമി. പിന്നെയും വിളിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ്, ഗണേശ, ഡിഡ് യു ഗെറ്റ് സം ലെറ്റർ ഫ്രം ജർമ്മനി? നോ സ്വാമി. അപ്പോഴൊന്നും ചോദിച്ചില്ല. 3-4 പ്രാവശ്യം കഴിഞ്ഞ്, വൈ സ്വാമി യു ആർ ആസ്കിങ് അഗൈൻ ആൻഡ് അഗൈൻ? ബിക്കോസ് ഗണേശ, ഫാദർ സേസ് ദാറ്റ് ഗണേശ ഹാസ് ടു ഗോ. അതേപോലെ ലെറ്റർ വന്നു. ആദ്യമായിട്ട് പോവാണ്. ഒരു 65 വയസ്സിന് ശേഷമാണ് പോയി. 70 വയസ്സിലും 60-65 വയസ്സിൽ പോയി ഫസ്റ്റ് ടൈം. അപ്പൊ ഏതോ ഒരു ഫോറിനറുടെ അറേഞ്ച്മെന്റ് ആണ്. നല്ല ഭക്തനാണ്, പക്ഷെ അവർക്ക് നമ്മുടെ സമ്പ്രദായമൊന്നും അറിയില്ല. നല്ല വിശപ്പ്. ഒരു ദിവസം എന്തായി, അദ്ദേഹം പല സ്ഥലത്ത് ടോക്കനൊക്കെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഊണ് അറേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കും. ഇയാൾ ഒരു ദിവസം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 3 സ്ഥലത്ത് ടോക്ക് അറേഞ്ച് ചെയ്തിട്ട് ഊണ് കൊടുക്കാൻ മറന്നിട്ട് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് പോയി. ചോദിച്ചില്ല, കയ്യിലെ പൈസയില്ല. ഗണേശന ഫോറിനിൽ പോയത് മുഴുവൻ പൈസ വെക്കാതെയാ, പാക്കറ്റിലൊന്നും പൈസ ഉണ്ടാവില്ല. അത് തീരുമാനിച്ചു പോയത്. അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, കൊണ്ടാക്കും, കയറ്റിവിടും, അറേഞ്ച്മെന്റ് മുഴുവൻ അങ്ങനെയാ. എവിടെ പോയി കഴിക്കാനൊന്നും അറിയൂല. നല്ല വിശപ്പ്. ഉറങ്ങിപ്പോയി വിശപ്പില്. ഉറക്കത്തില് തേജോമയമായ ഒരു സ്ത്രീ, ഒരമ്മ വന്ന് നല്ലവണ്ണം വിസ്താരമായിട്ട് ഇലയിട്ട് ഭക്ഷണം കൊടുത്തു. ഗണേശനാ പറയണു, സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചാൽ ജാഗ്രതയിൽ വിശപ്പ് മാറുമോ നമ്മൾ സാധാരണ ചോദിക്കും. വിശപ്പ് കംപ്ലീറ്റായിട്ട് പോയി, വയറ് നിറഞ്ഞു. ആ സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചു, ജാഗ്രതത്തിൽ വയറ് നിറഞ്ഞു. വൈകുന്നേരം വന്നിട്ട് ആ വയസ്സായ ആള് കൂട്ടിക്കൊണ്ടുപോയ ആള് വന്നിട്ട്, അയ്യോ സോറി, ഞാനൊക്കെ മറന്നുപോയി, നിങ്ങൾ കൂണ് തരാൻ മറന്നുപോയല്ലോ തോന്നി. അപ്പൊ പറഞ്ഞു, അത്ര സാറില്ല, അത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം. സ്വപ്നത്തില്
ദേവി അന്നപൂർണേശ്വരി വന്ന് ഭക്ഷണം തന്നു, വയറ് നിറച്ച് ഭക്ഷണം തന്നു. അപ്പോ ഈ അന്തര്യാമി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഈ ഗീത അതൊക്കെ പറയുമ്പോൾ ഈ മോഡേൺ ഇന്റർപ്രറ്റേഴ്സ് ഇലക്ട്രിസിറ്റി ഉദാഹരണം പറയും. ഞാനത് പറയാത്തത് എന്താന്ന് വെച്ചാൽ, അത് ഇലക്ട്രിസിറ്റി പോലെ ഒരു ജഡമായ ചൈതന്യമല്ല. അത് അമ്മയാണ്, അത് അച്ഛനാണ്, അത് ബന്ധുവാണ്, അത് സഹോദരനാണ്, സഹോദരിയാണ്. പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ വേദ്യം പവിത്രമോംകാരഃ ഋക്സാമ യജുരേവ ച ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവഃ പ്രളയസ്ഥാനം നിദാനം ബീജമവ്യയം. എപ്പോ എന്ത് വേണമെന്നുള്ളത് അതിനറിയാം. ഇത് ഡയറക്റ്റായിട്ട് ഈ പറയണ പാട്ടിന് കണക്ഷൻ ഒന്നുമില്ല. ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് വന്നു, എവിടെയോ പോയി, എത്രയേ ഉള്ളൂ. അപ്പൊ ശിവൻ ഗുരുവായിട്ട് വന്നു, ഇവർക്കൊക്കെ ഗുരുവായിട്ട് ശിവൻ വന്നു എന്ന് പറയുമ്പോ മാതൃഭൂതേശ്വരൻ ആയ ഭഗവാൻ ജ്ഞാനത്തിനെ കൊടുക്കുന്നു. പുറമേക്കൊരു രൂപത്തിൽ നിന്ന് ജ്ഞാനത്തിനെ കൊടുത്തു. അകമേക്ക് ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് എന്നാണ് നാലാമത്തെ പാട്ടിൽ പറഞ്ഞ് ഇരുന്തൊളിർ എന്ന് പറഞ്ഞു. ഈശ്വരൻ എന്നുള്ളതിന് തമിഴ് പേര് ഇറൈവൻ എന്നാണ്. അതിനിപ്പോ ഇറയുനൈ നിനയും എണ്ണമേ നണ്ണ എന്നുള്ള പാട്ടിൽ പറയുന്നുണ്ട്. ഇറൈവൻ എന്ന് വെച്ചാൽ ഇരിക്കുന്ന പൊരുൾ എന്നാണ് അർത്ഥം. ഇറൈ എന്നുള്ള വാക്ക് ധാതുവിന് ഇരുപ്പ് എന്നർത്ഥം. എല്ലാറ്റിൻ്റെ ഉള്ളിലും ഇരുന്ന് പ്രകാശിക്കുന്ന വസ്തു എന്നുള്ള അർത്ഥത്തിൽ ചിത് പ്രകാശം എന്ന് ഇരുന്തൊളിർ ഉനൈ വിടുത്ത്, ആ ഉള്ളിലെ ആത്മസ്വരൂപമായി സദാ സന്നിധാനം ചെയ്യുന്ന ആ ചൈതന്യത്തിനെ, ആ ബോധത്തിനെ, ആ ഉണർവിനെ വിട്ടിട്ട് പുറത്തൊരു ദൈവത്തിനെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നവൻ ലൗകികനാണ്. പുറത്തൊരു ദൈവത്തിനെ അന്വേഷിക്കുന്നതും ഡോക്ടറിനെ അന്വേഷിക്കുന്നതും കടയിൽ പോണതും സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ ഒരേപോലെയാണ്. പുറത്ത് അന്വേഷിക്കുന്നത് ലൗകികം, അകത്ത് അന്വേഷിക്കുന്നത് അധ്യാത്മം. തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ഹൃദയസ്ഥാനത്തില് ആ ഭഗവാൻ ഉള്ളപ്പോ അതിനെ മറന്നു കളയുന്നതാണ് പാപമെന്ന് പറഞ്ഞു. അന്തര്യാമിയായി ഹൃദയസ്ഥനായ ആ ശിവനെ മറന്നു കളയുന്നതാണ് പാപം എന്ന് പറഞ്ഞു. അതാണ് ഈ പാട്ടില് ഇരുട്ടിനെ ഈ വിളക്കെടുത്ത് അടുത്തിടൽ എന്ന് പറഞ്ഞു. ഇരുട്ട് എവിടെയുണ്ട് എവിടെയുണ്ടെന്ന് വിളക്കെടുത്തോണ്ട് പോയാൽ എല്ലായിടത്തും വെളിച്ചം കാണും, ഇരുട്ടെ കാണാൻ പറ്റില്ല. അതുപോലെ സ്വയമേവ ആത്മപ്രകാശം എവിടെയൊക്കെ ചെന്ന് വീഴുന്നു അവിടെയൊക്കെ ആത്മാണ്ട്. മനസ്സോ ജവീയ എന്ന് ഉപനിഷത്ത് പറഞ്ഞു. മനസ്സിനെക്കാളും ഫാസ്റ്റായിട്ട് ഓടണമെന്ന്. എന്നുവെച്ചാൽ മനസ്സ് എവിടെ പോയാലും അവിടെ ആത്മാണ്ട്. മനസ്സാണ് ഫാസ്റ്റസ്റ്റ്. പക്ഷെ മനസ്സ് എവിടെ പോകുമ്പോഴും അതിനു മുമ്പ് അവിടെ മനസ്സിനെ പുറകിലിരുന്ന് അറിയുന്ന ആളുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ ദോഷം? എത്രയെത്ര മനോയാതി ബ്രഹ്മണ തത്ര ദർശനം. എവിടെ മനസ്സ് പോകണോ അവിടെയൊക്കെ ബ്രഹ്മദർശനമാണ്. കാരണം അതിലാണല്ലോ ഈ മൂവ്മെന്റ്. മനസ്സിന് മൂവ് ചെയ്യാൻ വേറെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് പ്രകാശിക്കുന്നതായ ചിത്ത് ഇറൈവൻ ഇരുന്തൊളിർ സത്താചിത് സുഖരൂപമായിട്ടുള്ള ആ സ്വരൂപത്തിനെ അറിയിപ്പിക്കാനാണ് പുറത്തൊരു ഇൻസ്ട്രുമെന്റ്. തമിഴിൽ പറഞ്ഞ ഒരു കരുവി, ഒരു യന്ത്രം, ഒരു ഉപകരണം, ഒരു പ്രതിബിംബ സ്ഥാനമായിട്ട് ഗുരു, അല്ലെങ്കിൽ ചിലപ്പോൾ ദേവൻ തന്നെ ഗുരുവായിട്ട്. ഗുരു ഭഗവാൻ, രമണ ഭഗവാൻ, ഇന്നലെ ഞാനിപ്പോ ഭഗവാന്റെ ടോക്സിനെ സംസ്കൃതത്തിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ ഭഗവാന്റെ വാക്ക് ഭഗവാൻ പറയുന്നു, മനുഷ്യൻ ഗുരു ആവണതിനും അല്ല, മനുഷ്യ ഗുരു ഈശ്വരനാവണതിനും
ഈശ്വരൻ മനുഷ്യഗുരുവായിട്ട് വരുന്നതിനും വ്യത്യാസമൊന്നുമില്ല. രണ്ട് സ്ഥലത്തും ആ ജോയിനിങ് പോർഷൻ ഒരേ സ്ഥലമാണെന്നാണ്. മനുഷ്യൻ ഗുരുവാകുമ്പോ ആ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ അഖണ്ഡം തോന്നുന്നു. അഖണ്ഡമായ വസ്തു ഒരു മനുഷ്യരൂപമെടുത്ത് വന്ന് ബോധിപ്പിക്കുമ്പോഴും അത് കാര്യം ഒന്ന് തന്നെ. രണ്ടിന്റെയും ഇമ്പാക്ട് എന്താണ്? അനുഭവിക്കുന്ന ആളുടെ ഉള്ളില് ആ ഭൂമാവ് അനന്തമായ വസ്തു പ്രകാശിക്കും. കർത്തൃത്വം പോയി. സദാശിവബ്രഹ്മേന്ദ്ര സ്വാമികൾ പറഞ്ഞു, ഭൂമാ ഭവാൻ ഇതി ഗുരു വചോക്തിയ ഗളതി കർത്തൃഭാവ. ഗുരു എന്ന് പറഞ്ഞു ഭൂമാ ഭവാൻ, നീ ഭൂമാവാണെന്ന് പറഞ്ഞു. അത്രയും. അപ്പോ ഉള്ളിലുള്ള കർത്തൃത്വം അങ്ങോട്ട് പോയി എന്നാണ്. സിദ്ധ്യതി ഭൂമഭാവ. ആ ഭൂമഭാവ ഉണ്ടായി. അവിടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഭഗവാൻ പറഞ്ഞു, വന്ന് അടുത്ത് നോക്കിയപ്പോ തന്നെ ആ ആത്മാ മാത്രമേ ഉള്ളൂ, അന്യപദാർത്ഥമൊന്നുമില്ല. അരുണാചലത്തിനെ വന്ന് കണ്ടു. എന്തുണ്ടായി? ഞാൻ, നീ, അവൻ എന്നുള്ളതൊക്കെ പോയി. ആ ഇരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യം മാത്രമേ ഉള്ളൂ, ഇരുന്തൊളിർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരുന്ന് പ്രകാശിക്കുന്ന അപരോക്ഷമായ നിത്യസിദ്ധമായ സ്വരൂപത്തിനെ കാണാനില്ല, അറിയുന്നില്ല എന്നൊക്കെ പറയുന്നവർ സൂര്യനെ കാണാനില്ല എന്ന് പറയണ പോലെയാണ്. അന്ധന്മാര് സൂര്യനെ കാണാനില്ല എന്ന് പറയണ പോലെ സദാ അപരോക്ഷമായി നിത്യസിദ്ധമായിട്ടുള്ള ബോധത്തിനെ അശ്രദ്ധയുള്ളവർ, ശ്രദ്ധയാണ് കണ്ണ്, ആ ശ്രദ്ധയില്ലാത്തവൻ കാണാനില്ല എന്ന് പറയുന്നു. ഇരവിയിൻ അറിവ് കുരുടർ. സൂര്യന്റെ അറിവ് ഇല്ലാത്ത കുരുടന്മാർ, കുരുടരേ ആവർ. ഇരുന്തൊളിർ, ഇരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യം. ഇരണ്ടറ്, രണ്ടില്ലാതെ, ദ്വൈതമില്ലാതെ, അദ്വൈതമായിട്ട്. എനത് ഉളത്ത്, നമ്മളുടെ ഇരുപ്പ്, ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ ആർക്കും രണ്ടില്ലല്ലോ. അവനവന്റെ ഉണ്മ, അവനവന്റെ ഇരുപ്പില് ആർക്കെങ്കിലും രണ്ട് തോന്നും? എല്ലാവർക്കും ഇരുപ്പ് അദ്വൈതമാണ്. ന ദ്വൈതം അദ്വൈതം. അത് തന്നെ ഇരണ്ട് അറ എന്ന് പറഞ്ഞു. രണ്ട് ഇല്ലാതായിട്ട് ഇരണ്ട് അറ എനതുളത്ത്, എന്റെ ഹൃദയത്തില് ഒൻറായി ഇണയറും, തനിക്ക് തുല്യമായി വേറെ ഒന്നുമില്ലാത്ത അരുണമാ മലയനും മണിയെ. മണി എന്ന് വെച്ചാൽ സ്വയം പ്രകാശം എന്നുള്ളതിന് രത്നം, മാണിക്യം എന്ന് പറഞ്ഞു. അരുണമാമലയനും മണിയെ. പിന്നെ പ്രിയം കൊണ്ട് ഭക്തന്മാരൊക്കെ മാണിക്യമേ, രത്നമേ, മരകതമേ, പവിഴമേ എന്നൊക്കെ സ്തുതിക്കും. പക്ഷെ ഭഗവാൻ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ പായസി കുറയും. ഭഗവാൻ അധികം കൽപ്പനകൾ യൂസ് ചെയ്യില്ല. അപ്പൊ മണി എന്ന് അവസാനിപ്പിച്ച് മണി എന്ന് തുടങ്ങി. മണി എന്ന് വെച്ചാൽ മുത്ത് എന്ന് വെച്ചോളൂ. കുറെ രത്നങ്ങൾ ചേർത്ത് ഒരു മാല. അപ്പൊ ആ മാലയില് ഉള്ളിലൊരു ചരടുണ്ട്, ഒരു ത്രെഡ് ഉണ്ട്. ഇപ്പൊ അരുണാചലേശ്വരനെ മണി എന്ന് പറഞ്ഞ് ഭഗവാൻ എല്ലാ മതങ്ങളെയും എല്ലാ ജീവനെയും മണി എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അടുത്തത് മണികളിൽ ചരടന് உயிர் தொறும் நானா மதம் தொறும் ஒருவனா மறுவினை நீதான் மணி கடைந்து என மனமெனும் கல்லின் மறுவர
கடைய நின் அருள் ஒளி மேவும் மணி ஒளி என பிறிதொரு பொருள் பற்றும் அரூரலிலை நிழற்படித்தகட்டின் விண் மணி ஒளிப்பட நிழல் பதியுமோ உன்னின் മറുപൊരുൾ അരുണനൽ ഒളിമലൈ ഉണ്ടോ. ഇതിൽ കുറച്ച് മോഡേണിസ്റ്റ് ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നു. ഫോട്ടോഗ്രാഫിക് ക്യാമറ നോക്കാം. മണികളിൽ ചരടന്, അനേക മണികളിൽ ഒരു ചരട്. സൂത്രേ മണികണായിവ എന്ന് ഗീത. വേദകാലം മുതൽ ഈ ദൃഷ്ടാന്തമുണ്ട്. അഥർവവേദ മന്ത്രം തന്നെ ഉണ്ട്. അതുപോലെ അനേകം മുത്തുകളില് ഒരു മാറാതെ ഒരു ചരട് പോലെ അനേകം ശരീരം അല്ലേ. അപ്പൊ ദ്വൈതികൾ പറയണത് എല്ലാത്തിനും വേറെ വേറെ ആത്മാവ് വേണമല്ലോ. അതിനാണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞത്. അവിഭക്തം വിഭക്തേഷു, വേറെ 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 ഇരിക്കുന്നതിന് പുറകില് ഒരു വേറുപാടുമില്ലാതെ ഒരേപോലെയുള്ള ഒരു സൂത്രമുണ്ട്. സൂത്രം മഹാൻ അഹമിതി പ്രവദന്തി ജീവം ജ്ഞാനക്രിയാർത്ഥ പുരുരൂപതയാ ജ്ഞാനക്രിയാർത്ഥ ഫലരൂപതയോരു ശക്തി ബ്രഹ്മൈവ ഭാതി എന്ന് ഭാഗവതം. എല്ലാവരുടെ ഉള്ളിലും സൂത്രമെന്നും മഹാനെന്നും അഹമെന്നും ജീവനെന്നും പറയപ്പെടുന്ന ഒരേ സാധനം സൂത്രം, മഹാൻ, അഹം. അത് തന്നെ ജ്ഞാനം, ക്രിയ, ഇച്ഛ മുതലായിട്ടുള്ള പല ശക്തികളെ പുറപ്പെടുവിച്ചുകൊണ്ട് ബ്രഹ്മൈവ ഭാതി, ബ്രഹ്മം തന്നെ ജീവനെ പോലെ സൂത്രത്തിനെ പോലെ തോന്നുന്നു, ഒരേ ത്രെഡ് പോലെ. ഇവിടെ ഭഗവാൻ പറഞ്ഞു എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. മണികളിൽ ചരടന ഉയിർത്തൊറും, ഓരോ ഉയിർ, ഓരോ ജീവന്റെ ഉള്ളിലും നാനാ മതം തോറും. മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി എന്നുള്ളതല്ല. ഇവിടെ പൊതുവെ നമ്മൾക്ക് നമ്മളുടെ പൂർവികന്മാരൊക്കെ മതം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ശൈവം, വൈഷ്ണവം, ശാക്തം, കൗമാരം, ഗാണപത്യം എന്ന് പറഞ്ഞ് ഉപാസനാ സമ്പ്രദായങ്ങളാണ്. അല്ലാതെ ഇന്ന് പറയുന്ന രീതിയിൽ ഒരു ഒരു അപ്ലിക്കേഷനിൽ ഇടാനുള്ള മതമല്ല. കേവല പേരിന് മാത്രമായിട്ട് ഞാൻ ഇന്ന മതത്തിൽ ചേർന്നവൻ, ഇന്ന മതസ്ഥൻ എന്ന് പറയലല്ല. മതം എന്ന് പറയുമ്പോൾ ഉപാസനാ സമ്പ്രദായം എന്നർത്ഥം. ഓരോ സമ്പ്രദായങ്ങളുണ്ടല്ലോ, 6 സമ്പ്രദായങ്ങളെ ശങ്കരാചാര്യർ അനുവദിച്ചു ഉപാസനയ്ക്കുള്ള സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞ്. സൗരം, സൂര്യോപാസന; ശാക്തം, ശക്തി ഉപാസന; ശൈവം, ശിവ ഉപാസന; വൈഷ്ണവം, വിഷ്ണു ഉപാസന; കൗമാരം, സുബ്രഹ്മണ്യോപാസന; ഗാണപത്യം, ഗണപതി. ഇങ്ങനെ പൊതുവെ ഭാരതത്തിൽ പരന്നു കിടന്ന ഉപാസനാ സമ്പ്രദായങ്ങളിൽ വൈദികമായി ജീവന് സാംസ്കാരികമായ ഒരു പരിശുദ്ധിയെ കൊടുക്കുന്ന 6 എണ്ണത്തിനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഈ എല്ലാ മതങ്ങളിലും ഈ അദ്വൈത വേദാന്ത ജ്ഞാനമുള്ളതുകൊണ്ട് മതം തോറും എന്ന് പറഞ്ഞു ഭഗവാൻ. ഈ എല്ലാ മതത്തിലും ഉപനിഷത്തുണ്ട്. എല്ലാ ദേവതകളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ ആത്മജ്ഞാനത്തിന് വഴി നയിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുണ്ട്. വിഷ്ണുപരമായിട്ടും ശിവപരമായിട്ടും ദേവീപരമായിട്ടും ഗണപതിപരമായിട്ടും സുബ്രഹ്മണ്യപരമായിട്ടും ഒക്കെ ഉണ്ട്. ഈ സമ്പ്രദായങ്ങളിലൊക്കെ ജ്ഞാനികളെയും കാണാം നമുക്ക്. ഈ സമ്പ്രദായങ്ങളിലൊക്കെ വന്ന് ആത്മസാക്ഷാത്കാരം നേടി ഒരുപാട് പേരെ കാണും. സൂര്യൻ ഉപനിഷത്തിന്, വേദത്തിന് മൂലം തന്നെ സൂര്യനാണ്. യാജ്ഞവൽക്യൻ സൂര്യനെ തന്നെ ആശ്രയിച്ചാണ് സാക്ഷാത്കാരം നേടുന്നത്. ഹനുമാന് ഗുരു സൂര്യനാണ്. മഹാരാഷ്ട്ര സന്തുക്കളിലെ ഏകനാഥന്റെ മുത്തശ്ശൻ ഭാനുദാസന് സൂര്യൻ അനുഗ്രഹം ചെയ്ത് ജ്ഞാനുണ്ടായിനാണ്. സമർത്ഥ രാംദാസ് സൂര്യ നമസ്കാരം ചെയ്ത് സൂര്യനെ ഉപാസിച്ചും കൊണ്ടിരുന്ന ഒരു മഹാപുരുഷൻ. ഇങ്ങനെ സൗരോപാസനയ്ക്ക് ഒരുപാട് ദൃഷ്ടാന്തം പറയാം.
ശൈവത്തിന് നമ്മൾ ഇഷ്ടംപോലെ ദൃഷ്ടാന്തം പറഞ്ഞു, ശാക്തത്തിന് ഇഷ്ടംപോലെ ദൃഷ്ടാന്തമുണ്ട്. രാമകൃഷ്ണ പരമഹംസർക്ക് ദേവി തന്നെയായിരുന്നു ഗുരു. വൈഷ്ണവത്തിന് ഇഷ്ടം പോലെ ദൃഷ്ടാന്തമുണ്ട്. ആഴ്വാറുമാരൊക്കെ ആ വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണുവിനെ തന്നെ ഗുരുവായും ദേവതയായും വരിച്ചു വന്നത്. കൗമാരം ശൈവത്തിന്റെ തന്നെ ഒരു 2 ശാഖകളാണ് കൗമാരമും ഗാണപത്യമും. എങ്കിലും ഈ കൗമാരത്തിൽ ഒരുപാട് ജ്ഞാനികൾ വന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ ആശ്രയിച്ചുകൊണ്ട് സുബ്രഹ്മണ്യ ശുദ്ധമായ ശൈവം എന്ന് പറയുന്നത്, അതായത് ശിവഭക്തിയുടെ ഏറ്റവും ശിഖരമായിട്ടുള്ള ഭാവമാണ് ഈ സുബ്രഹ്മണ്യ ഉപാസന. അരുണഗിരിനാഥർ ആ സമ്പ്രദായത്തിൽ വന്ന കുമരഗുരു, ഒരുപാട് മഹാപുരുഷന്മാർ, നമ്മളുടെ കേരളത്തിൽ വന്ന ചട്ടമ്പി സ്വാമിനാരായണ ഗുരു, ഇവരൊക്കെ സുബ്രഹ്മണ്യ ഉപാസകന്മാരാണ്. അവർക്കൊക്കെ സുബ്രഹ്മണ്യനാണ് ഇഷ്ടദേവത. ശിവനും സുബ്രഹ്മണ്യനും അഭേദഭാവത്തോടുകൂടി ആണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് അവരൊക്കെ പിടിച്ചത്. അങ്ങനെ കൗമാരം, ഗാണപത്യം, ഔവയാർക്ക് ഗണപതി തന്നെയാണ് ഗുരു. വിനായകരഹവൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അത് മുഴുവൻ വേദാന്തവും യോഗശാസ്ത്രവുമാണ്. അപ്പൊ ഇങ്ങനെ 6 ഉപാസനാ സമ്പ്രദായങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മതം തോറും ഓരോരോ മതത്തിലും ഓരോരോ ഉപാസനാ സമ്പ്രദായത്തിലും വിധവിധവുരുവായി വേറെ 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 രൂപത്തില് അരുണാചലേശ്വരർ എങ്ങനെ ഭഗവാന് ആത്മസാക്ഷാത്കാരത്തിന് ആശീർവദിച്ചുവോ, ഉള്ളിലെ ജ്ഞാനത്തിനെ പൊന്തിച്ചു കൊണ്ടുവന്നു. അതുപോലെ ഔവയാർ പറയുന്നു, ഗണപതിയെക്കുറിച്ച് പറയുന്നു, ഉള്ളില് നടനം ചെയ്ത് തന്റെ കാലുകൊണ്ട് ആ കനൽ അഗ്നി കുലകുണ്ടലിനിയെ എഴുന്നേപ്പിച്ചു വിട്ടു എന്ന് പറയുന്നു ഔവയാർ. ഇവരൊക്കെ ഒരു ഭാവത്തിനെ ആശ്രയിച്ചു അല്ലെ, ഏതോ ഒരു രൂപം, ഒരു ഭാവം എന്തിനോ ആശ്രയിച്ചു. അരുണഗിരിനാഥർ അരുണാചല ക്ഷേത്രത്തിലാണ് ആശീർവദിക്കപ്പെട്ടതെങ്കിലും തന്നെ ആശീർവദിച്ച ശക്തിയെ കുമാരനായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അതാണ് വേറെ ഒരു സൈഡ്. അതിന്റെ മുരുകനായിട്ട് തന്നെ സ്തുതിച്ചു. ശിവനാണ്, ഇതൊക്കെ നമ്മള് ഞാനിങ്ങനെ പറയാതെ വേഗമായിട്ട് പറഞ്ഞു പോകണു, അത്രയേ ഉള്ളൂ. ശിവനാണെങ്കിലും പെരുമാളെ എന്ന് സ്തുതിച്ചു. പെരുമാൾ എന്ന് പറയുന്നത് വിഷ്ണുവിന് പറയണ പേരാ. അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ മുഴുവനും ഭാഗവതത്തിലുള്ള കഥകളൊക്കെ വരും. അതൊക്കെ കഥകൾ, പാട്ടുകളൊക്കെ പറഞ്ഞ്, വൈഷ്ണവപരമായ കഥകളൊക്കെ പറഞ്ഞ്, അങ്ങനെയുള്ള വിഷ്ണുവിന്റെ മരുമകനെ എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യനെ സ്തുതിക്കും. ശൈവമാണ്, പക്ഷെ ആ അദ്ദേഹത്തിന് പെർഹാപ്സ് ഉള്ളിലെ ഒരു ഫെമിനൈനായ ഒരു ഭാവത്തിന്റെ, അതായത് ഫെമിനൈൻ എന്ന് വെച്ചാൽ സ്ത്രൈണമല്ല, ഒരു കൊച്ചുകുട്ടി, ഒരു കുട്ടിയുടെ, ഒരു ശിശുവിന്റെ ഭാവത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഈശ്വരൻ കൗമാരഭാവത്തിൽ ആശീർവദിച്ചു. സത്യജ്ഞാനാനന്ദ സ്വരൂപമായ ആ വസ്തു നമ്മളുടെ ഉപാധിയിലുള്ള ദോഷത്തിനനുസരിച്ച് വേഷം കെട്ടി പ്രകാശിക്കുക. എന്നിട്ട് വേഷഹാനത സ്വാത്മദർശനം. ഒരു വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ കരയിൽ നിന്നിട്ട് ഇങ്ങനെ നീന്തു എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വരാൻ പറ്റുമോ? ചാടിപ്പോയിട്ട് തന്നെ പിടിച്ചോണ്ട് വരണം അല്ലേ? അങ്ങനെ ഈശ്വരൻ ഓരോരോ സമ്പ്രദായത്തിൽ, ഓരോരോ രൂപത്തിൽ, ഇനിയിപ്പോ നമ്മൾ താഴ്ന്ന കുലത്തിലുള്ളവര് വസിക്കുന്ന സ്ഥലത്തൊക്കെ പോയ ഉഗ്രരൂപങ്ങളാണ്. കറുപ്പണ്ണസ്വാമി, കാവൽ ദൈവങ്ങൾ എന്ന് പറയും, വേടിയപ്പൻ, എന്തൊക്കെയോ പേരുകളുണ്ട്. മാടൻ, കേരളത്തിൽ തന്നെ മുത്തപ്പൻ അല്ലേ,
നമ്മൾക്കത് പരിഹാസമായിട്ട് തോന്നാം. അവരുടെ ഇടയിൽ പോയി നോക്കിയാൽ അവർക്ക് സ്വാഭാവികമാണത്. അവരുടെ സ്വഭാവത്തിനനുസരിച്ച്, അവരുടെ പ്രകൃതിക്കനുസരിച്ച്, അവരുടെ ഇടയിലേക്ക് അവരുടെ നേച്ചർ എന്താണോ അതുപോലെ. ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ചിരി വരുന്നുണ്ടല്ലോ. ഈ ചിരിയോടുകൂടിയാണ് ക്രിസ്ത്യൻസ് ലോകത്തിൽ മുഴുവൻ പോയിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞത്. ഗോഡ് ഈസ് വൺ, ഗോഡ് ഈസ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീഗ്രോസിന്റെ ഇടയിലൊക്കെ, ആഫ്രിക്കൻ അബോറിജിൻസിന്റെ ഇടയിൽ, അമേരിക്കൻ അബോറിജിൻസിന്റെ ഇടയിൽ, നേറ്റീവ് ഇന്ത്യൻസ് എന്ന് പറയുന്നു, അവരുടെ ഇടയിലൊക്കെ ഒരുപാട് ഉപാസനാ സമ്പ്രദായങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. എന്തെന്ന് വെച്ചാൽ ഏതോ ആകാശത്തിലിരിക്കുന്ന ഒരു മുത്തപ്പനെ മനസ്സിൽ വെച്ചുകൊണ്ടുപോയി അവരുടെ ഉപാസനകളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. സ്വർഗസ്ഥനായ പിതാവ്. എത്രയോ ഉപാസനകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു ഉപാസന വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് അടുക്കാനേ പറ്റില്ല. അവർക്ക് ഭഗവാൻ ഏതോ ഒരു ഭാവത്തിൽ ആർക്കോ പ്രകാശിച്ചു, ഏതോ രൂപത്തിൽ പ്രകാശിച്ചു. അതാണ് അവിടത്തേക്ക് ദേവത. ഇനിയും വരും, ഇനിയും ദേവതകൾ വരും. അതാണ് മതം തുറും വിധവിധപുരുവായി എന്ന് പറഞ്ഞത്. ഒരാൾക്ക് ഒരു രൂപത്തിൽ പ്രകാശിച്ച ആ രൂപം തന്നെ. വിരമിണ്ട നായനാർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള ഒരു ഭക്തൻ, 63 നായന്മാരില് മലയാളികളുടെ സ്റ്റാമ്പുള്ള ഒരു ഭക്തൻ. എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം, വാശി, ചണ്ട, ബഹളം. സുന്ദരമൂർത്തി സ്വാമികളെ കണ്ട കോടാലി കൊണ്ട് വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തും. എന്തിനാന്ന് വെച്ചാൽ തിരുവാരൂരില് ശിവനെ കാണാൻ പോകുമ്പോ പാർഷദന്മാരെ വന്ദിച്ചില്ലെന്ന് പറഞ്ഞ് കോടാലി കൊണ്ട് വെട്ടാൻ തയ്യാറായിട്ടൊന്നും. അതേ ഒരു ഭക്തൻ. അവസാനം തിരുവാരൂരിലുള്ള ഭക്തന്മാരൊക്കെ സമന്വയപ്പെടുത്താനായിട്ട് പറഞ്ഞു, നോക്കൂ, തിരുവാരൂർ ത്യാഗരാജസ്വാമി, അതായത് ശിവൻ തന്നെ ഇവന്റെ പുറകെ നടക്കുന്നു, ഈ സുന്ദരന്റെ പുറകില്. നമ്മളാരാ? അവൻ ശരിയായ ഭക്തനാണോ അല്ലയോ ജഡ്ജ് എന്നോ. ത്യാഗരാജസ്വാമി നടക്കണമെങ്കിൽ ത്യാഗരാജസ്വാമിയും പുറത്ത് എന്ന് പറഞ്ഞു. ഞാനിനി തിരുവാരൂരിൽ ഇരിക്കില്ല എന്ന് പറഞ്ഞ് തിരുവാരൂരിന് പുറത്തു പോയിട്ട് ഒരു തണ്ണീർ പന്തലും അന്നക്ഷേത്രവും വെച്ച് തിരുവാരൂർക്കാരല്ലാത്തവർക്കൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞു കൊടുത്തു. ഈ തിരുവാരൂരിന്റെ ഉള്ളില് ഞാൻ കാല് വെക്കില്ല എന്നു. അങ്ങനെ ഒരു മഹാമൂർഖനായ ഭക്തൻ, ചെങ്ങന്നൂരുകാരനാ. അവിടുന്ന് ശൈവ തിരുമറി പാടുന്ന കുറെ ആളുകൾ വന്നിട്ട് എന്നോട് വന്ന് ഒരിക്കല്, ഇതൊന്നും അന്ന് എനിക്ക് പരിചയമില്ലാത്ത സമയം, അപ്പൊ വന്ന് ഈ ചെങ്ങന്നൂര് ഒരു അമ്പലം ദേവീക്ഷേത്രമുണ്ട്, അവിടെ ഈ വിരമിണ്ട നായനാരുടെ സന്നിധിയുണ്ട്, അതൊന്നും എടുത്ത് കുംഭാഭിഷേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നു. അതിന് വല്ലതും ചെയ്യാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമോ? അതൊന്നും നടന്നില്ല അന്ന്. അപ്പൊ ഈ വിരമിണ്ട നായനാർ തിരുവാരൂർ ബൗണ്ടറി കടന്ന് അങ്ങോട്ട് പോയി ഇരുന്നിട്ട് എല്ലാവർക്കും അന്നം കൊടുത്തു. തിരുവാരൂർക്കാർ വന്നാൽ കോടാലി കൊണ്ടുവെട്ടും. സ്വാമി ത്യാഗരാജസ്വാമി പോയി ഇത്ര അവിടെ ഒരു സന്യാസിയുടെ വേഷത്തിൽ, ഒരു ഭിക്ഷുവിന്റെ വേഷത്തിൽ പോയിട്ട് വിരമിണ്ട നായനാരുടെ ഭാര്യയുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് എനിക്കൊരു ഉപകാരം ചെയ്യണമെന്ന്. എന്താന്ന് വെച്ചാൽ ഇപ്പം കോടാലി വലതുവശത്ത് വെച്ചിട്ടുണ്ട്, അത് പതുക്കെ ഞാൻ ഭിക്ഷ എടുക്കുമ്പോൾ എടുത്ത് ഇടതുകായിട്ട് വെച്ചിട്ടുണ്ട്, ചെറിയ സമയം വേണം. അപ്പൊ ഭിക്ഷ വാങ്ങിക്കുന്ന സമയത്ത് ഭഗവാൻ പോയി കയ്യിൽ ഭിക്ഷാപാത്രത്തോട് തിരുവോടോടുകൂടെ പോയി നിന്നു. ശിവശിവ. ആരാ? എവിടുന്ന് വരുന്നു? തിരുവാരൂർ. ഇതിനടുത്ത് കോടാലി കാണാനില്ല, അത് ഓട്ടോമാറ്റിക്കാണ്. അത് വലതുവശത്ത് തെരഞ്ഞു നോക്കുമ്പോൾ കോടാലി കാണാനില്ല. കോടാലി എടുക്കാൻ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും സ്വാമി എടുത്തു ഒരു ഓട്ടം. ഭഗവാൻ അവിടുന്ന് ഓടി. അപ്പോഴേക്കും ഇദ്ദേഹം കോടാലി എടുത്ത് പുറകെ ഓടി ഓടി ഓടി
ആ ഒരു സമയത്തിന് വേണ്ടി ഭഗവാൻ കോടാലി മാറ്റിവെച്ചത്ര. കോടാലി എടുത്തുകൊണ്ട് ഓടി തിരുവാറൂർ ബൗണ്ടറി താണ്ടിപ്പോയി അങ്ങോട്ട് പോയി നിന്നു. ഇദ്ദേഹം തിരുവാറൂരിൽ കാല് വെക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുക. അപ്പൊ അങ്ങോട്ട് കടന്നു, അറിയാതെ കടന്നു. ആ കോപത്തില് കോടാലി എടുത്ത് കടന്നപ്പോ ചിരിച്ചുകൊണ്ട് ഭഗവാൻ നിന്നുകൊണ്ട് തിരുവാറൂരിലേക്ക് വന്നു. അപ്പോ ദേഷ്യപ്പെട്ടിട്ട് താൻ ചെയ്ത ശപഥം തെറ്റിച്ചു എന്ന് തന്റെ കാല് തന്നെ വെട്ടാൻ നിന്നു അത്ര. അപ്പോഴാണ് ഭഗവാൻ ദർശനം കൊടുത്ത് വിരമിണ്ടരെ ആശീർവദിച്ച് അദ്ദേഹത്തിന്റെ ആ പ്രാകൃത സ്വഭാവം, അതായത് നോക്കൂ, ഒരു പ്രാകൃതമായ സ്വഭാവത്തിൽ കയറി ബലമായിട്ട് പിടിച്ച് ഈശ്വരഭക്തിക്ക് അർപ്പണം ചെയ്തപ്പോ ഭഗവാൻ വന്നു എന്നാണ്. ഒരു പ്രാകൃത സ്വഭാവത്തിന് കയറി പിടിച്ച്, പക്ഷെ അതിനെ സിൻസിയറായിട്ട് അത് ഭഗവാൻ അർപ്പിച്ചു. വളരെ പ്രാകൃതം. ഭഗവാൻ വന്ന് ആശീർവദിച്ച് ആ സ്വഭാവത്തിനൊക്കെ എടുത്ത് ഭക്തനാക്കി തീർത്ത് ആശീർവദിച്ച് ആ ബൗണ്ടറി താണ്ടി നിന്ന ഈശ്വരൻ അവിടെ ഒരു ദർശനം, അവിടെ ഒരു മൂർത്തി ഉണ്ട്. ഇതിപ്പോ നാളെ പോയിട്ട് ഇങ്ങനൊരു ദൈവം, ഓടി വന്ന ദൈവം, ഇങ്ങനൊരു ദൈവം, പ്രാകൃതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂ. നമ്മളുടെ ലെവലിലേക്ക് ഭഗവാൻ ഇറങ്ങി വരുന്നതാണ് ഭക്തിയുടെ ബ്യൂട്ടി. അഖണ്ഡ സച്ചിദാനന്ദമായ ആ ബ്രഹ്മം, സത്യജ്ഞാനാനന്ദ സ്വരൂപമായ ആ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിലെല്ലാമായിട്ടില്ലേ അല്ലെ, എല്ലാ നാമരൂപങ്ങളായിരിക്കണതിന് ഒരു പ്രത്യേക നാമരൂപത്തില് പ്രത്യേക ഭാവത്തില് മാനിഫെസ്റ്റ് ആവാൻ എന്താ ബുദ്ധിമുട്ട്? അതിലാണ് അതിന്റെ ഒരു സരളത ഇരിക്കുന്നത്, ലാളിത്യം ഇരിക്കുന്നത്, ആനന്ദം ഇരിക്കുന്നത്. ആ ആനന്ദത്തിലാണ് മതം തോറും വിധവിധ ഉരുവായ് എന്ന് പറഞ്ഞത്. ഓരോ മതത്തിലും അപ്പപ്പോ അതാത് ഉപാസകന്റെ ഭാവത്തിനനുസരിച്ച് അതാത് ടൈമില് എങ്ങനെ വേണോ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ. അങ്ങനെ മാനിഫെസ്റ്റ് ആവുമ്പോഴാണ് ഈ ഭക്തൻ തികച്ചു പോണത്, പകച്ചു പോണത്, ഭ്രമിച്ചു പോണത്. ആകാശം ഭൂമിയിലേക്ക് രൂപം ധരിച്ചു വരുമല്ലേ എന്നാണ്. ആകാശ ശരീരം ബ്രഹ്മ സത്യാത്മ പ്രാണാരാമം മന ആനന്ദം. ആകാശ ശരീരം അനന്തമായ വസ്തു ഒരു പ്രത്യേക രൂപത്തിൽ മാനിഫെസ്റ്റായി ജീവന് അപ്പോ ഇരിക്കുന്ന സ്റ്റേറ്റിൽ എങ്ങനെ വേണോ അങ്ങനെ ഒരു ആശീർവാദം. மதம் தோறும் விதவித உருவாய் இருந்தனை மதம் தோறும் விதவித உருவாய். പക്ഷേ മതം തോറും വിധവിധ ഉരുവായി വന്നു. ഉയിർത്തോറും മണികളിൽ ചരടന് ഇരുന്നു. ഓരോ ജീവന്റെ ഉള്ളിലും മണികളിലെ ചരട് പോലെയും മതങ്ങളിൽ പല പല രൂപത്തിലും പ്രകാശിച്ചു. അതാർക്ക്? ഈ രത്നത്തിനെ വെറും കല്ലായിട്ട് അടിയിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവരും, മരകതം, ഡയമണ്ട്, എന്നിട്ട് കടയും. കടഞ്ഞു കഴിഞ്ഞാലാണ് ആ സൈഡ്സ് ഒക്കെ വന്നിങ്ങനെ തെളിഞ്ഞിങ്ങനെ ജ്വലിക്കാം. അതുപോലെ ഈ സാധകൻ, ഈ ഭക്തൻ മണികടയിന്തന്, മണി കടയുന്ന പോലെ മാണിക്യത്തിനെ ചാണക്കല്ലിലിട്ട് തീട്ടി കടഞ്ഞെടുക്കുന്നത് പോലെ മനമെനും കല്ലിൻ, മനസ്സിന് മനസ്സാകുന്ന കല്ലുകൊണ്ട് കടയാണെന്നാണ്. ആ ഭഗവാന്റെ അനുഭൂതി വരുമോ നോക്കാം. വെറുതെ ഈ അരണിക്കോലുകളിട്ട് കടയണ പോലെ ഈ ശ്രുതിയൊക്കെ ഉദാഹരണം പറയട്ടെ. സത്സംഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഗുരു ശിഷ്യ സംവാദത്തില് ആചാര്യൻ ഒരു അരണി, ശിഷ്യൻ ഒരു അരണി, 2 കോലിട്ട് കടഞ്ഞു കഴിഞ്ഞാൽ അഗ്നി വരുന്നു. ആചാര്യാഖ്യ അധരസ്ഥാരണി
സമനുമിടത് ശിഷ്യസംജ്ഞോത്തരാരണ്യാവേധോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. അതുപോലെ ഇവിടെ മനസ്സാകുന്ന കല്ലിൽ, മനസ്സിനെ മനസ്സാകുന്ന കല്ലുകൊണ്ട് കടയാന്നാണ്, ഉള്ളിലിട്ട് കടയും. മനമെനും കല്ലിൽ മനമെനും കല്ലിൽ മറു അറക്കടയ. മറു എന്ന് വെച്ചാൽ അഴുക്ക്, അഭിമാനം, ഒരു മറു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കുരു പൊന്തിക്കഴിഞ്ഞാൽ മറുക എന്ന് പറയുമല്ലോ അല്ലേ, അത് സ്പെഷ്യൽ. അതുപോലെ ഈ അഭിമാനം എന്ന് പറയുന്ന മറു, അത് അറ്റുപോകുന്ന ആ ചളി, ആ ആവരണമലം, ആ കളങ്കം, ഉള്ളിലുള്ള ജീവഭാവം, അത് എത്രയോ പരന്നു കിടക്കുന്നത് മുഴുവൻ അങ്ങോട്ട് സമുദ്രം കടഞ്ഞപ്പോൾ ആദ്യം കാലാഹല വിഷം പുറത്തു വന്നു. പിന്നെ കടഞ്ഞപ്പോൾ ഓരോരോന്നായിട്ട് ആകർഷക വസ്തുക്കളൊക്കെ വന്നു. അമൃതം അവസാനമാണ് വരുന്നത് അല്ലേ. ആ അമൃതത്തിനെ ശിവസ്വരൂപമായിട്ട് തന്നെ ശങ്കരാചാര്യസ്വാമി പറയണു. ആംനായാംബുദിമാദരേണ സുമനസ്സംഘാഹ സമുദ്യൻ മനോമന്ഥാനം. മനസ്സാകുന്ന കടക്കോലിട്ടു എന്നാണ്. മനോമന്ഥാനം ദൃഢഭക്തിരജ്ജു സഹിതം, ഭക്തിയാകുന്ന കയറിട്ടിട്ട് കടഞ്ഞു. ആംനായാംബുദിമാദരേണ സുമനസ്സംഘാഹ സമുദ്യൻ മനോമന്ഥാനം ദൃഢഭക്തിരജ്ജു സഹിതം. മതിത്വാതതഃ, അങ്ങനെ കടഞ്ഞപ്പോ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തര രമാസൗഭാഗ്യമാതന്വതേ. ആ സോമം എന്നുള്ളത് രണ്ടർത്ഥത്തിൽ പറഞ്ഞു. സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ. ഉമയാസഹ വർത്തതേതി സോമ, ഉമാദേവിയോടുകൂടെ ഇരിക്കുന്ന സാംബപരമേശ്വരൻ. അങ്ങനെ ഇരിക്കുന്ന ശിവൻ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തര രമാ സൗഭാഗ്യമാതന്വതി. അങ്ങനെ കടഞ്ഞെടുക്കും. അപ്പോ അങ്ങനെ വാങ്ങി കടഞ്ഞെടുക്കുമ്പോ അപ്പരസ്വാമി തേവാറോ എന്നുണ്ട്, എനിക്ക് ഓർമ്മ വരണില്ല. ഉള്ളില് ഭഗവൻ നാമത്തിനെ കടക്കോല് നാട്ടി അൻപാകുന്ന കയറ് കെട്ടി ഉള്ളിൽ നല്ലവണ്ണം വാങ്ങി അങ്ങോട്ട് കടഞ്ഞാൽ ആ ശിവനാകുന്ന അമൃതം അങ്ങോട്ട് തരണ്ടു വരുമെന്നാണ്. ഉള്ളിൽ അനുഭൂതിയാകുന്ന ഭഗവത് അനുഭൂതിയാകുന്ന അമൃതം ഉള്ളിലങ്ങനെ വെണ്ണ തരണ്ടു വരുന്ന പോലെ ഉള്ളിലങ്ങനെ വരും എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയണത്. മറുവറ കടയ, ആ കളങ്കം നീങ്ങുന്ന രീതിയിൽ കടഞ്ഞു കഴിയുമ്പോ നിൻ അരുൾ ഒളി മേവും. ഈ രത്നം കടയുമ്പോ രത്നത്തിൽ അങ്ങനെ പ്രകാശം വരണ പോലെ ഉള്ളിൽ ചിത്തത്തിനെ ചിത്തമാകുന്ന ഭക്തിയാകുന്ന കടക്കോലിട്ട് കടയുമ്പോ, ധ്യാനം കൊണ്ട് കടയുമ്പോ, അനുസന്ധാനം കൊണ്ട് കടയുമ്പോ ഉള്ളിൽ അരുൾ പ്രകാശം, കൃപാപ്രകാശം, ഈശ്വരന്റെ സന്നിധാന വിശേഷത്തിൽ നിന്നും വരുന്ന ആ കൃപാപ്രകാശം അവിടെ മേവും. എന്ന് വെച്ചാൽ അവിടെ യു സീ ഇറ്റ്, അവിടെ കാണുന്നു. അതിന്റെ സ്വാധീനം, അതിന്റെ അഭിഭവ ശക്തി, അത് മനസ്സിനെ അഭിഭവം ചെയ്തുകൊണ്ട് പുറത്തു വരുന്നത് കാണും. അരുളൊളി മേവും മണി ഒളിയന്. ഈ മണിയുടെ പ്രകാശം പോലെ, സൂര്യന്റെ പ്രകാശം പോലെ, രത്നത്തിന്റെ പ്രകാശം പോലെ പിരിത് ഒരു പൊരുൾ പറ്റും അരു ഉരൽ ഇലൈ. സ്ഫടികമായി കഴിഞ്ഞാല് സ്ഫടികത്തിന് മുമ്പില് ചെമ്പരത്തിപ്പൂ വെച്ചാൽ ചുവപ്പ് കളർ കാണും, നീലപ്പൂ വെച്ചാൽ നീല കളർ കാണും, എന്തെങ്കിലും കളർ പേപ്പർ വെച്ചാൽ അത് കാണും. പക്ഷെ സ്ഫടികത്തിൽ വലുതും ഒട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഉള്ളിൽ കടഞ്ഞെടുത്തിട്ട് ഇതിങ്ങനെ പ്രകാശിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അസംഗമായ വസ്തുവിൽ ഒന്നും പറ്റില്ല എന്നാണ്. പിന്നെ അതിൽ ഒരു കളങ്കമും സാധ്യമല്ല. മണി ഒളി എന പിരിത് ഒരു പൊരുൾ പറ്റും മറു ഉരൽ ഇലൈ. അതിൽ വീണ്ടും ആവരണം, വീണ്ടും കളങ്കം, വീണ്ടും ദോഷം ഒട്ടില്ല. അതിനെങ്ങനെ ഉദാഹരണം പറയണമെന്ന് വെച്ചാൽ നിഴൽ പടി തകട്ടിൻ വിൺമണി ഒളിപ്പട. ഈ ഫോട്ടോഗ്രാഫിക് ക്യാമറ, ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറയല്ല, പഴയ ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്താൽ അതിൽ ഈ നെഗറ്റീവ് വരുമല്ലോ. ആ നെഗറ്റീവ് എടുത്താൽ
ആ തകിട്ട്, അതാണ് തകിട്ടെന്ന് പറയുന്നത്, അത് എടുത്തു കഴിഞ്ഞാൽ അത് വിണ്ണൊളിപട സൂര്യപ്രകാശത്തിൽ കാണിച്ചാൽ പിന്നെ അത് ഡെവലപ്പ് ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഇരുട്ട് റൂമിൽ വെച്ച് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യും. അജ്ഞാനത്തിന്റെ ഇരുളിന്റെ ഉള്ളിലാണ് ഈ നെഗറ്റീവ് വാസനകളൊക്കെ രൂപം പൂണ്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അത് ആത്മാവിന്റെ സൂര്യപ്രകാശം അതിൽ പറ്റിയാൽ പിന്നെ അത് ഇറ്റ് വിൽ നോട്ട് ഡെവലപ്പ്, ഇറ്റ് വിൽ ബി ലൈക്ക് ബേൺഡ് സീഡ്സ്. അപ്പൊ അവിടെ അത് ഇല്ലാതായിട്ട് തീരും. അതാണ് മറു ഊരൽ ഇലൈ. വീണ്ടും അജ്ഞാനം അതിലുണ്ടാവില്ല. വിൺമണി ഒളിപ്പട, വിൺമണി എന്ന് വെച്ചാൽ സൂര്യൻ, ആകാശത്തിലുള്ള മണി. വിൺമണി ഒളിപ്പട, സൂര്യപ്രകാശം അതിൽ തട്ടിയാൽ നിഴൽ പതിയുമോ? വീണ്ടും അതില് നിഴൽ വീഴുവോ? നിഴൽ പതിയില്ല, അതിൽ വീണ്ടും നിഴൽ വീഴില്ല. നിഴലിനെ അബ്സോർബ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിന് ചിത്തത്തിന് ഈ വാസനകൾ ഉണ്ടാക്കാനും ബന്ധിക്കാനുമുള്ള ശക്തി അറ്റുപോകും. ദഗ്ധരജ്ജു പോലെ എന്നൊരു ഉദാഹരണം പറയും. കയർ കത്തിച്ച് കളഞ്ഞാൽ കയർ പോലെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് കെട്ടാൻ പറ്റുമോ? ബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നിഴൽ പതിയുമോ? ആ ആത്മപ്രകാശം പറ്റിയ ചിത്തം വീണ്ടും ബന്ധന കാരണമാവാതെ നിൽക്കും. അരുണനൽ ഒളിമലൈ, അരുണാചലം എന്നുള്ള ആ ജ്യോതിർമയമായ ആ പർവ്വതമേ, ഉന്നിൻ മറുപൊരുൾ ഉണ്ടോ? ആ തത്വം അറിഞ്ഞ ആൾക്ക് ആത്മാവിൽ നിന്ന് ഭിന്നമായ അന്യമായ ഒരു പദാർത്ഥം, ഒരു വസ്തു, ദൂരീഭൂതാന്യദർശനനായ ആ തത്വവിത്തിന് അന്യമായൊരു വസ്തു ഉണ്ടോ, അന്യമായൊരു പൊരുളുണ്ടോ, അന്യമായൊരു വ്യക്തിയുണ്ടോ, മറുപൊരുൾ ഉണ്ടോ, മറ്റൊരു വസ്തു ഉണ്ടോ എന്നുവെച്ചാൽ ഇല്ല എന്നുള്ളതിന് പകരം ഒരു ചോദ്യമായിട്ട് നിർത്തി മറ്റൊരു വസ്തു ഉണ്ടോ, മറ്റൊരു പൊരുൾ ഉണ്ടോ. എപ്പോ ഈ ചിജ്യോതി ഇതിനെ മുഴുവൻ കബളനം ചെയ്തു, ഈ വാസനാപടലം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചിത്തത്തിനെ മുഴുവനും അചിത്തമാക്കി ചെയ്തു, ചിന്മാത്രമായിട്ട് പ്രകാശിച്ചുവോ, പിന്നെ അതിന് ആ ചിദ്വസ്തുവല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ പാട്ടിന്റെ അവസാനം. ഗംഭീരമായ പാട്ട്. ഒരു സിനിമ പ്രൊജക്ടറില് പുറമേ നിന്നും ലൈറ്റ് ഫിലിം പ്രൊജക്ട് ചെയ്ത് ലെൻസിൽ ഇങ്ങനെ സിനിമ സ്ക്രീനിൽ കാണുന്നു. അതാണ് ഇനി പറയാൻ പോണം ഭഗവാൻ. അതിലെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറും ജ്യോതിയേ ഉള്ളൂ. വാസന പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? വെറും വെളിച്ചമേ ഉള്ളൂ, സ്വയം പ്രകാശം. ബാക്കി വൈകുന്നേരം കാണും. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.